നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ എക്സ്പാൻഷനാണ്. എക്സ്പാൻഷനിലേക്ക് ഒരാൾ പോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ ആ വളർച്ച വലിയൊരു തളർച്ചയായിട്ട് മാറും എന്നുള്ളതാണ്. സോ എക്സ്പോർട്ടും അതുപോലെ തന്നെയാണ്. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഈ വന്നിരിക്കുന്ന പാനലിസ്റ്റുകളിൽ നിന്ന് ഏറ്റവും നല്ല കണ്ടൻറ്റും ഏറ്റവും നല്ല വിസിറ്റും നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ നല്ലൊരു കയ്യടി കൊടുത്തിട്ട് ഇവരെ സ്വീകരിക്കാം, നല്ല സ്ട്രോങ് ആയിട്ട്. സോ താങ്ക് യു സോ മച്ച്. എനിവേ, എന്തായാലും നമുക്ക് ചർച്ച ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളെല്ലാവരും എക്സ്പോർട്സിനെ കുറിച്ച് ഒരുപാട് കാലമായിട്ട് കേൾക്കുന്നുണ്ടാവും. ഞാനും എൻ്റെ ലൈഫിൽ കേൾക്കുന്നത് ഒരു 20 ഇയേഴ്സ് ബാക്കാണ് ആദ്യമായിട്ട് എക്സ്പോർട്സിനെ കുറിച്ച് അറിയുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യം ഏതാണ് രാജ്യം? ഏതാണ്? പറയും, ഓഡിയൻസ് പറയൂ. സിൽവാൻ മുസ്തഫയൊക്കെ ചൈനൻ്റെ അംബാസഡർ ആയിട്ട് പുള്ളി പറയുന്നത് കേൾക്കണ്ട. എന്താണ്? ചൈന അല്ലേ? 70% എക്സ്പോർട്ട് വേൾഡിന് ആവശ്യമായ പ്രോഡക്ട്സ് ചെയ്യുന്നുണ്ട്. ഈ രാജ്യത്ത് ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. 1957 സ്റ്റാർട്ട് ചെയ്തതാണ് കേൻഡം ഫെയർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ എക്സ്പോയെ കുറിച്ച് അറിയുകയും അങ്ങനെ ഒരു 20 വർഷം മുമ്പാണ് ഞാൻ എക്സ്പോയിലേക്ക് പോകുന്നത്. പോയി കഴിഞ്ഞ സമയത്താണ് അത്ഭുതപ്പെടുത്തിയത്. ആ ഒരു രാജ്യം എക്സ്പോർട്സിന് വേണ്ടിയിട്ട് 1957 സ്ഥാപിച്ചിരിക്കുന്ന ഒരു വലിയ എക്സ്പോ സെൻറ്റർ. അവിടേക്ക് ലോകത്തുള്ള സകല രാജ്യത്തുള്ള ആളുകളും വരുന്നു. അവിടെയുള്ള ബയേഴ്സും അവിടുത്തെ മാനുഫാക്ചേഴ്സും കണക്ട് ചെയ്യുന്നു. എല്ലാ രാജ്യങ്ങളും മനസ്സിലാക്കിയതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് അത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്ത രാജ്യമാണ് ചൈന. അതുകൊണ്ട് തന്നെ അവർ ഡെവലപ്പ് ചെയ്തത് 3 കാര്യങ്ങളാണ്. ഒന്ന്, എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ മാനുഫാക്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക. മൂന്നാമത്തത്, വിദേശ രാജ്യങ്ങളിലെ ആളുകൾ ആ രാജ്യങ്ങളിലേക്ക് വന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഈ 3 കാര്യങ്ങൾ ഏത് രാജ്യം ചെയ്താലും അതിൻ്റെ എക്കണോമി ഡെവലപ്പ് ആവും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് നാളെ നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സ്റ്റേറ്റിനെ വളർത്താനും എക്കണോമിക്കലി സ്ട്രോങ് ആക്കാനും പറ്റുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. എപ്പിക് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിലൂടെ, ഈ ഒരു ഇവൻറ്റിലൂടെ നടക്കാൻ പോകുന്നത് ഗ്ലോബൽ ലെവലിലേക്ക് ലോക്കലിൽ നിന്ന് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫംഗ്ഷനിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ആദ്യം നമ്മൾ പാനൽ ഡിസ്കഷൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു അവസരമാണ്. സോ അതിനുശേഷം നമ്മൾ ക്യൂ സെക്ഷനിലേക്ക് പോകാം. എന്തായാലും കൂടുതൽ നിങ്ങളിവിടെ നിങ്ങളുടെ ഓൺ എക്സ്പീരിയൻസുകൾ കണക്ട് ചെയ്ത് പറയുവാണെങ്കിൽ ഓഡിയൻസിലുള്ള ആളുകൾക്ക് കൂടുതൽ അത് ഒന്നും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സോ എനിവേ, എന്തായാലും ഇവിടെയുള്ള ഷബിൻ, ആദ്യം നമ്മൾ അപ്സര, അങ്ങോട്ട് തുടങ്ങാം അല്ലേ? ഓക്കെ. ടേസ്റ്റ് കൊണ്ട് ഒരുപാട് ആളുകളുടെ കയ്യിലേക്ക് എത്തിച്ച ആ ഒരു പ്രൊഡക്ട്സിനെ നിങ്ങളെ നാട്ടിൽ നിന്ന് തുടങ്ങി ഒരുപാട് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് ഈ ഒരു ജേണിയിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പോർട്സ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്തായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുമോ? എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ പ്രോപ്പർ കണ്ണൂർ ഇരിട്ടി എന്ന് പറയും, മലയോര പ്രദേശമാണ്. അവിടെയാണ് ഞങ്ങളുടെ സ്ഥാപനം വരുന്നത്. 1980 ആ സമയത്താണ് ഫാദറാണ് ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ബനാന ചിപ്സ് മാനുഫാക്ചർ ചെയ്ത ഇതാണ്. അപ്പോൾ നമ്മളൊക്കെ സംഭവത്തിൽ എക്സ്പോർട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് കേൾക്കുന്നൊരു ഇതുണ്ട്. ഇതിൽ നമ്മളെപ്പോഴും ഏത് ബ്രാൻഡാണോ അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റാണോ ചെയ്യുന്നത് അതിൽ ടോപ്പ് മോസ്റ്റ് ചെയ്യുന്ന ആളാരാന്നുള്ള കാര്യം നമ്മളെപ്പോഴും പഠിക്കും. അതിൽ ഇപ്പോൾ ഇവിടെ കോഴിക്കോടൻസിൻ്റെ ഇവരെ കണ്ടേരം എനിക്ക് വന്നതിലൊരു 50% ഞാൻ എന്ത് ചെയ്തു, സംതിങ് അച്ചീവ് ചെയ്തു എന്നുള്ളൊരു ഇത് വന്നു. അതുപോലെ സിൽവാൻ മുസ്തഫ, കാരണം ഇവിടെ കാണുന്ന ഓരോ ആൾക്കാരും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ രീതിയിലൊരു പ്രചോദനം തരുന്നുണ്ട്. ഞങ്ങൾ 2019 എക്സ്പോർട്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഞങ്ങൾ ഫസ്റ്റ് ഒമാനിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ സെക്കൻഡ് ജനറേഷനാണ്. അപ്പോൾ ഇതിൻ്റെതായ പ്രയാസങ്ങളുണ്ടാവും. നമ്മുടെ എന്താ പറയുക, നമ്മൾ വിറകടുപ്പില്ലേ, നമ്മളിപ്പം മോഡേൺ ടെക്നോളജി അല്ല, പഴയ ട്രഡീഷണൽ രീതിയിൽ വിറകടുപ്പിൽ ചെയ്തിട്ടാണ് ഞങ്ങൾ സ്റ്റിൽ നൗ ഇപ്പോഴും ചെയ്യുന്നത്. കാരണം അതിന് ഫാദർ പറയുന്ന ഒരു സാധനമുണ്ട്, അതിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾ കൂടുതലും ചെയ്യുന്നത് വൈറ്റ് ലാബിളിംഗ് ആണ്. ഓൺ ബ്രാൻഡ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഞങ്ങളെ പ്രൊഡക്റ്റ് പോകുന്നത് വൈറ്റ് ലാബിളിംഗിലാണ്. അപ്പോൾ ഇതാണ് നമുക്കൊരു എക്സ്പോർട്ടിലേക്ക് ഇറങ്ങിയാലുള്ള ബെനിഫിറ്റും കാര്യങ്ങളും ഇവരെല്ലാവരും ഡിസ്കസ് ചെയ്തു. ഇവർ പറയുന്ന പോലെ 10-35 കൺട്രീസിലും ചെയ്യുന്നില്ല. ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് 5-6 കൺട്രീസിലേക്ക് മാത്രമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിവേ, എന്തായാലും നമ്മുടെ പ്രൊഡക്ട്സിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ, അത് ബ്രാൻഡ് ചെയ്യപ്പെടുന്നില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, വൈറ്റ് ലാബിലിംഗിലാണെങ്കിലും ഗ്ലോബൽ ലെവലിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ്. ഓക്കെ, സഫീസ് സാർ, നെക്സ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം.
ഹായ്, എൻ്റെ പേര് സച്ചിൻ ജോസ്. ഞാനും കണ്ണൂരുകാരനാണ്. അതൊരു മലയോര പ്രദേശം, ഇത് വേറൊരു മലയോര പ്രദേശം, ആലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. സോ KMO ഇൻഡസ്ട്രീസ് എന്ന ഫേം ഞാൻ 3rd ജനറേഷനാണ്. 1981 ഗ്രാൻഡ് ഫാദറായിട്ട് തുടങ്ങി വെച്ചാണ്. തേങ്ങ കൊപ്ര കച്ചവടത്തിൽ തുടങ്ങി വെച്ചൊരു പ്രസ്ഥാനമായിരുന്നു. ആ കൊപ്രയിൽ നിന്ന് വെളിച്ചെണ്ണയിലേക്ക് എത്തിപ്പെടുമ്പം ഒരു 45 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഫാദറും അന്നും ഇന്നും എന്നോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ: നീ വാക്ക് ആരുടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ വാക്കിൽ നീ ജീവിക്കണം, പറഞ്ഞത് ചെയ്തേക്കണം. കച്ചവടത്തിൽ ക്വാളിറ്റിക്ക് നീ ഒരു കൺഫ്യൂഷൻ പറഞ്ഞിട്ടുണ്ടോ? അത് വിട്ടിട്ട് ഒരു ബിസിനസ്സിലേക്ക് മാറാൻ ഒരാളുടെ വാക്കും ക്വാളിറ്റിയും നീ ജീവിതത്തിൽ നീ എന്ന് പഠിക്കുന്നോ, എന്ന് അടിസ്ഥാനമാക്കുന്നോ, അതിലാണ് നിൻ്റെ വളർച്ചയും നിൻ്റെ മിഷനും നിൻ്റെ എന്ത് ജീവിതത്തിൽ ചെയ്യുന്ന ഏത് കാര്യങ്ങളും നിലനിൽക്കത്തുള്ളൂ. സോ ഞാൻ ബിസിനസ്സിലേക്ക് വന്നത് ഒരു 5ാം ക്ലാസ് തൊട്ട് അപ്പൻ്റെ കൂട്ടത്തിലുണ്ട്, ഫാദറിൻ്റെ കൂട്ടത്തിൽ ഞാൻ ബിസിനസ്സിലുണ്ട്. അപ്പൻ ഞാൻ ചെറുതായിരുന്നപ്പം തൊട്ട് ടൗണിൽ കടയിൽ സാധനം സ്റ്റാഫുള്ളവരെയും കൊണ്ടു കൊടുക്കും. രാവിലെ വൈകുന്നേരത്തെ ടൗണിൽ ക്ലാസ് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ടൗണിൽ പോയി ആ പൈസ മേടിക്കലായിരുന്നു എൻ്റെ പരിപാടി. സോ അപ് ടു 10th അപ്പൻ്റെ കൂട്ടത്തിൽ ബിസിനസ്സിലുണ്ടായിരുന്നു. ആ 10th കഴിഞ്ഞ് പിന്നെ നാട് കടന്നു പോയി. 10ാം ക്ലാസ് കഴിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് വിട്ടുപോയപ്പം ഞാൻ ബിസിനസ്സിൽ തിരിച്ച് ജോയിൻ ചെയ്തു. 2015 ബിസിനസ് ജോയിൻ ചെയ്തത്. 15 വന്ന് 2016 എൻ്റോടെ ഞാൻ എക്സ്പോർട്ട് ഡിവിഷനിലേക്ക് വന്നു. ബിക്കോസ് വൈ എന്ന് പറഞ്ഞപ്പം വെളിച്ചെണ്ണ എന്ന സ്ഥാപനത്തിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് കോക്കനട്ട് ഓയിൽ. ആസ് എ കോക്കനട്ട് ഓയിലിൻ്റെ അൾട്രേഷൻ അൾട്ടിമേറ്റ് ആയിരുന്നു ഒരു 2016, 17, 18 കാലങ്ങളിൽ. സോ അന്ന് ഞാൻ ചോദിച്ചു, നമുക്കും പുറത്തുനിന്ന് എന്തെങ്കിലും ചെയ്താലോ? എന്നോട് പറഞ്ഞൊരു വാക്കാണ്, 41 വർഷം എടുത്തോടെ ഞാൻ ഈ 40 വർഷം എടുത്തു. അന്ന് കാലത്ത് 40 വർഷം എടുത്തോടെ ഞാൻ ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി. അത് കളയാൻ എനിക്ക് ഇങ്ങനെ ഞൊട്ടിയാൽ മതി പോകാൻ. പക്ഷെ അത് ആ പോയ പേര് തിരിച്ചുണ്ടാക്കാൻ നടക്കത്തില്ല. നിനക്ക് തുടങ്ങണോ? നീ സ്വന്തം തുടങ്ങിക്കോ, എൻ്റെ പേര് എന്നെ കൂട്ടില്ല. എക്സ്പോർട്ടിൽ ഒന്നേ ഉള്ളൂ ഞാൻ തുടങ്ങിയപ്പം ഫസ്റ്റ് കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പോപ്പൽ ലാബ്. ഞാനൊരു 35-40 ലക്ഷം രൂപ മുടക്കി ആദ്യം ലാബ് വന്നു. എന്തിനാ നീ പൈസ മുടക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കുന്ന സാധനം അത് എനിക്കറിയണ്ടേ, അത് ഞാനെല്ലാം ഉണ്ടാക്കി. നമ്മളൊരു whenever we are small, നമ്മൾ തന്നെ പോയി ആട്ടി, നമ്മൾ തന്നെ കണ്ടു, നമ്മൾ തന്നെ കൊപ്ര കണ്ടു, നമ്മൾ തന്നെ ചെയ്യുന്നു. ഞാൻ ചെയ്യുന്ന ഒരു വ്യക്തിത്വം, ഞാൻ ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അഷ്യൂരിറ്റി വെക്കണമെങ്കിൽ അതിന് പ്രോപ്പർ ലാബ് സിസ്റ്റം ഉണ്ടാകും. ഞാൻ ഐ സജസ്റ്റ് ടു എവ്രി വൺ, നിങ്ങളോട് എല്ലാവരും പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങുമ്പം ആ ഇൻവെസ്റ്റ്മെൻറ്റ് മേ ബി യു ഹാവ് ടു പുട്ട് എ പ്രോപ്പർ ലാബ്. ബിക്കോസ് നമ്മൾ കൊടുക്കുന്ന സാധനം നമ്മളല്ല ഇരിക്കും, നമ്മൾ സെയിൽസ്മാനാണ്. എ മാനുഫാക്ചർ ഷുഡ് ബി എ പ്രോപ്പർ സെയിൽസ്മാൻ, അല്ലെങ്കിൽ നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല. മാനുഫാക്ചർ ഷുഡ് ബി എ പ്രോപ്പർ സെയിൽസ്മാൻ. അതിനുവേണ്ടി ആദ്യം നല്ലൊരു ലാബ് എല്ലാവർക്കും വേണം. സോ എനിവേ, എല്ലാവർക്കും പറയാൻ സമയം എല്ലാം കുറവാണ് കൊണ്ട് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പറയാം. ഓക്കെ, വളരെ സിമ്പിളാണ്. നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുകയാണെങ്കിലും എക്സ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രൊഫഷണൽ വേയിൽ തന്നെ തുടക്കം കുറിക്കണം എന്നുള്ളത് അല്ലേ? സഫീർ സാർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി മച്ച് ഫോർ എപ്പി കേരള ഇതുപോലൊരു പരിപാടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന്. അതുപോലെ വളരെ സന്തോഷമുണ്ട് ഇതുപോലൊരു എക്സ്പെർട്ടൈസിൻ്റെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യാൻ കഴിയുന്നതിൽ. ആക്ച്വലി ഞാൻ ഈ മേഖലയിലേക്ക്, എക്സ്പോർട്ട് മേഖലയിലേക്ക് പ്രീ പ്ലാൻഡോടുകൂടി വന്ന ഒരാളല്ല. ഞാൻ യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യുന്നത് കോവിഡിൻ്റെ ഏകദേശം 1 മാസം മുന്നെയാണ്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റക്കായി പോയി. എല്ലാവരും നാട്ടിലേക്ക് വരാൻ ഒരുപാട് പറഞ്ഞെങ്കിലും പക്ഷെ ആ ഒരു സമയം ശരിക്കും മാർക്കറ്റ് എന്താണെന്ന് പഠിക്കാൻ കിട്ടിയ, ഒരുപാട് റിസർച്ച് നടത്താൻ പറ്റിയ ഒരുപാട് സമയം കിട്ടിയിരുന്നു. കാരണം വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനുണ്ടായിരുന്നില്ല. 1.5 വർഷം വെറുതെ ഇരുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയം ഞാൻ ഇതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്തത്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നത് ഒരുപാട് എക്സ്പീരിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിയായിട്ടുള്ള അറിവും അതുപോലെ ഒരു നല്ല ഗൈഡൻസും, അതുപോലെ നിങ്ങൾക്ക് യൂറോപ്പിലും ഏത് രാജ്യത്താണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പ്രത്യേകിച്ച് യൂറോപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സപ്പോർട്ടിന് വേണ്ടി ഒരു പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കാരണം മറ്റുള്ള ഇപ്പോൾ GCC കൺട്രി പോലെ നമുക്ക് ഒരു സാധനം എക്സ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും ഒരു സ്റ്റക്ക് വന്നാൽ സാധാരണ ദുബായിലേക്ക് മറ്റൊരു 5,000-10,000 കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് വീസ എടുത്ത് നമുക്ക് പോയി ക്ലിയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും റിലേറ്റീവ്സോ മറ്റോ അവിടെ ഉണ്ടാവും.
യൂറോപ്പ് പോലുള്ള കൺട്രീസ് ഇപ്പോൾ എല്ലാവർക്കും ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് വിസ കിട്ടണമെന്നില്ല. വിസ കിട്ടാനുള്ള പ്രോസസ്സ് തന്നെ വലുതാണ്. അപ്പം അത് കിട്ടിയെത്തുമ്പോഴേക്കും നമ്മൾ അവിടുത്തെ പ്രശ്നങ്ങൾ വലുതായിട്ടുണ്ടാകും. കാരണം എന്തെങ്കിലും ഒരു ഹോൾഡ് വന്നാൽ ഒരു ദിവസത്തിന് 100-200 ഡെമറേജ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഞാനത് പറയാൻ കാരണം കഴിഞ്ഞ മാസം നമ്മളെ കേരളത്തിൽ നിന്ന് പോയ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്, ഒരു കോയർ പ്രൊഡക്ട്സ്. അവർ അങ്ങോട്ട് ബെൽജിയത്തേക്ക് അയച്ചു. അവിടെ അത് ഹോൾഡായി. എനിക്ക് തോന്നുന്നു ഏകദേശം അവർ 3.5 ലക്ഷം രൂപ ഡെമറേജ് കൊടുക്കേണ്ടി വന്നു. എന്നിട്ടാണ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. നമ്മൾ സെയിം ടൈം തന്നെ നമ്മളെ ടീം പോയി അത് ക്ലിയർ ചെയ്ത് കൊടുത്തു. അപ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ് വേണം. ഞാൻ ആക്ച്വലി ചെയ്യുന്നത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ്സാണ്. പിന്നെ പല കമ്പനികളുടെയും ഓൾ യൂറോപ്പ് ഡിസ്ട്രിബ്യൂട്ടർ കൂടെയാണ്. നമുക്ക് കമ്പനി സെറ്റപ്പ് അതുപോലെയുള്ള സർവീസ്, ലീഗൽ സർവീസും കൂടെ ഉണ്ട്. നമുക്ക് യൂറോപ്പിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇൻഡോ യൂറോപ്പ് ട്രേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് വന്നു കഴിഞ്ഞാൽ ഈ മേഖല ശരിക്ക് വളരെ ഉയരത്തിലെത്തും. അത് ടെക്സ്റ്റൈൽസ് ആയാലും സ്പൈസസ് ആയാലും അതുപോലെയുള്ള യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വെൽനസ്, ഇപ്പം നേരത്തെ ഉള്ള പാനലിൽ പറഞ്ഞ പോലെ മുരിങ്ങയുടെ പൊടി അതുപോലെയുള്ള വെൽനസ് പ്രൊഡക്ട്സ്, ഇതിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഗ്രേറ്റ് സർ. സർ ഡോക്ടർ രാജേഷ് ഒന്ന്. Yeah, thank you so much for the opportunity and good morning everybody. And this is my second panel discussion with Epic Kerala. കാരണം കഴിഞ്ഞ 2-3 മാസം മുമ്പ് വാർ ക്രൈസിസിന് മുമ്പായിട്ട് ഇതുപോലൊരു പ്രോഗ്രാം എറണാകുളത്ത് നടക്കുന്ന സമയത്തും I was one of the panelists to speak about this. So I'm basically an academician and I'm a businessman. ഒരു അക്കാഡമീഷ്യനും ബിസിനസ്മാനും കൂടെ ബ്ലെൻഡായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങൾ ഈ എക്സ്പോർട്ട് മേഖലയിൽ കടന്നു വരുന്നൊരു കാര്യം, ഞാനൊരു കഴിഞ്ഞൊരു 23 years ആയിട്ട് ഐ മീൻ ടു ടീച്ചിങ്, ട്രെയിനിങ് ആൻഡ് അക്കാഡമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ ഞങ്ങൾക്കൊരു ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ഒരു കേരളത്തിലെ 2-3 ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഐ ഡിഡ് മൈ IEM ലോങ് ടൈം ബാക്ക്. ദെൻ ഐ കെയിം ബാക്ക് ആൻഡ് സ്റ്റാർട്ടഡ് ദിസ്. ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. കൊച്ചിയിലാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേക്ക് പലപ്പോഴും ഞങ്ങൾ കേട്ടിരിക്കുന്നൊരു കാര്യം, കോളേജ് എഡ്യൂക്കേഷനിൽ പലപ്പോഴും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും, പക്ഷേ ഇതിനെ എങ്ങനെ പ്രാവർത്തികമാണെന്ന് ആരും പറയാറില്ല. കാരണം വി സ്റ്റഡി ലോട്ട് ഓഫ് തിങ്സ് ഇൻ കോളേജ്. നമ്മളൊരു 36 സബ്ജക്ട്സോ 48 സബ്ജക്റ്റോ 10 സബ്ജക്റ്റോ പഠിക്കും. പക്ഷേ ഇത് എന്തിനാണ് പഠിക്കുന്ന പല ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ ഞങ്ങൾ 2020 കോവിഡ് സമയത്ത് വി ക്രിയേറ്റഡ് എ പ്രോഡക്റ്റ്. അപ്പോൾ ആ പ്രോഡക്റ്റ് ഞങ്ങൾ എടുത്തത് എങ്ങനെയാണോ നമ്മൾ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചത്, എങ്ങനെയാണോ ഒരു യുണീക്ക് പ്രോഡക്റ്റ്, യുണീക്ക് സെല്ലിംഗ് പോയിൻ്റ് ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ മാർക്കറ്റ് റിസർച്ച് എങ്ങനെ ചെയ്ത് ഒരു ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്ത് നമുക്കൊരു സപ്ലൈ ചെയിൻ ലെവലിലേക്ക് അതിനെ എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളൊരു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഗ്രീൻ കോഫി എന്നൊരു പ്രോഡക്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഗ്രീൻ കോഫി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് ഗ്രീൻ ടീ പരിചിതമാണ്, പക്ഷേ ഗ്രീൻ കോഫിയെ പറ്റി അധികം ആൾക്കാർ കേട്ടിട്ടില്ല. ഇപ്പോൾ ഒരു ഗ്രീൻ കോഫി എന്നൊരു പ്രോഡക്റ്റ് ആദ്യമായിട്ട് ഇറക്കുന്ന സമയത്തേക്ക് ഞാനൊന്നും വിശ്വസിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പം നമുക്ക് ലോകത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രോഡക്റ്റ്സ് ഉണ്ട്, പക്ഷേ എല്ലാ പ്രോഡക്റ്റ്സും എല്ലാവരും മേടിക്കാറില്ല. അപ്പം നമ്മുടെ ഈ ബ്രാൻഡിന് നമ്മൾ എവിടെ പൊസിഷൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് നേരത്തെ പാനിലിരുന്ന ആൾക്കാർ സംസാരിക്കുന്ന ഒരു കാര്യം, വളരെ ശ്രദ്ധയോട് കേട്ടൊരു കാര്യം, നമ്മൾ ചൈനയിൽ നിന്നോ ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന സമയത്തേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുമ്പം വി നെഗോഷിയേറ്റ് എ ലോട്ട്. നമ്മൾ നെഗോഷിയേഷനുള്ള ചെയ്യുന്നത്, നമ്മൾ ബാർഗെയിനിങ്ങാണ് ചെയ്യുന്നത്. കാരണം നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ വിൻ വിൻ സിറ്റുവേഷനാണ്. എനിക്കൊരു ലാഭം ഉണ്ടാവണം, നിങ്ങൾക്കൊരു ലാഭം ഉണ്ടാവണം, വാല്യൂ ക്രിയേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റുന്നതിനെ പറ്റി കൃത്യമായിട്ട് അറിയണം. പക്ഷേ ഈ പറയുന്ന പ്രോഡക്ട്സോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പം നോർമൽ ഒരാൾ വിചാരിക്കുന്നത് ഞാൻ ഈ പറയുന്ന പ്രോഡക്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇത് മേടിക്കും. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിനെ പൊസിഷൻ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളത് ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾ ആദ്യം ഒരു B2B അസോസിയേഷനിലേക്ക് പോകുന്നതായിട്ട് ഞങ്ങളൊരു ബിസിനസ് ടു കസ്റ്റമർ ലെവലിലേക്ക് നമ്മൾ ക്ലിയർ കട്ടായിട്ടൊരു മാർക്കറ്റ് റിസർച്ച് ചെയ്തു. കേരളത്തിൽ ഈ പ്രോഡക്റ്റ് ഇറക്കിയാൽ എത്ര പേര് മേടിക്കും എന്നാണ് ഞങ്ങൾ ആദ്യം നോക്കിയത്. കാരണം കേരളത്തിലെ ആൾക്കാരുടെ ഒരു ബയർ ബിഹേവിയർ എങ്ങനെ ഞങ്ങൾ നോക്കി. അപ്പോൾ ബയർ ബിഹേവിയർ നോക്കി 1 വർഷത്തോളം ഞങ്ങൾ മേജറായിട്ടുള്ള പലരുമായി ടൈ അപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ലുലുവിലേക്ക് ഞങ്ങൾ ഷെൽഫ് എടുത്തു, അവിടേക്ക് ഞങ്ങൾ അതിനെ ഷോക്കേസ് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പല ആൾക്കാരും ചോദിക്കും, നോർമൽ ഒരു കോഫിയുടെ വിലയുടെ ഇരട്ടിയിലധികം പൈസ കൊടുത്ത് ഞാനൊരു ഗ്രീൻ കോഫി, അതും കഴിക്കാൻ അത്ര നല്ല രുചിയുള്ളൊരു പ്രോഡക്റ്റ് അല്ല, പലപ്പോഴും ഒരു മൈലാഞ്ചിയുടെ കളറോ അല്ലെങ്കിൽ മൈലാഞ്ചിയുടെ ടേസ്റ്റോ ഉള്ള കുറച്ച് സ്മെല്ല് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ആര് കഴിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ എത്രത്തോളം ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് പറഞ്ഞാലും, നമ്മൾ ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ നിറച്ച് എടുത്താൽ മാത്രമേ നമുക്ക് പതച്ചാൽ നമുക്ക് പതച്ച് നമ്മൾ പല്ല് തേക്കണമെന്ന് കാണുന്ന ആൾക്കാരാണ്. ഇപ്പം ഈ പറയുന്നൊരു സോപ്പ് എടുക്കുന്ന സമയത്ത്
ആ സോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് എത്രത്തോളം പത കൂടുന്നു അത്രത്തോളം ക്ലീൻ ആവുമെന്നുള്ളൊരു മൗഢ്യ വിചാരത്തിലിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. കാരണം സർഫസ് ടെൻഷൻ എന്നൊരു കാര്യത്തിൻ്റെ പേരിൽ ഇതിന് പെനിട്രേഷൻ ലെവൽ കൂട്ടാനാണ് സോപ്പ് ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല. അപ്പം ഒരു കമ്പനിയുടെ ഒരു ആദായം എന്ന് പറയുന്നത് മാക്സിമം എത്രയും പെട്ടെന്ന് ഒരു പ്രോഡക്റ്റ് തീർക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന പ്രോഡക്റ്റ് ഞങ്ങൾ എടുക്കുമ്പോഴും ഇത് രുചിയില്ലാത്ത പ്രോഡക്റ്റ് എത്രത്തോളം ഇതിന് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ആൾക്കാർ മേടിക്കാൻ തയ്യാറായിരുന്നില്ല. ദെൻ വി സ്റ്റാർട്ടഡ് റിസർച്ചിങ് അഗെയിൻ. അപ്പം ഞാൻ ആദ്യം മനസ്സിലാക്കിയൊരു കാര്യം, ഇന്ന് നമുക്ക് 100 കണക്കിന് രാജ്യങ്ങളുണ്ടെങ്കിലും ഒന്ന് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഓരോ രാജ്യത്തെ ഡെമോഗ്രഫിയും അവരുടെ ആൾക്കാരുടെ ഭക്ഷണ രീതിയും അവരുടെ ബയർ ബിഹേവിയറും അവരുടെ പേയ്മെൻറ്റ് സിസ്റ്റവും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മുടെ ഇവിടെ കഴിക്കുന്ന ഒരു ഭക്ഷണത്തിൻ്റെ രീതി ആയിരിക്കും തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ, കാരണം അവിടെ ഉപയോഗിക്കുന്ന എണ്ണ പോലും വ്യത്യാസമുണ്ടാവും. അപ്പം ഈ പറയുന്ന പ്രോഡക്റ്റ്സ് ഞങ്ങൾ എവിടേക്ക് പിച്ച് ചെയ്യുമെന്ന് ഞങ്ങൾ നോക്കിയിട്ട്, ഇത് ഞാൻ ഉണ്ടാക്കിയൊരു പ്രൊഡക്റ്റ് അല്ല, ഞങ്ങളുടെ സ്റ്റുഡൻസ് റിസർച്ച് ചെയ്ത് മീഡിയാസും ചാനൽസും ഉൾപ്പെടെ ഇതിനെ വന്ന് കവർ ചെയ്ത് എങ്ങനെയാണ് പ്രാക്ടിക്കലി സപ്ലൈ ചെയിൻ യൂസ് ചെയ്തുകൊണ്ട് ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് മാനുഫാക്ചർ ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റിനെ കസ്റ്റമറിൻ്റെയൊക്കെ രാജ്യത്ത് പല രാജ്യങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് B2B ലെവലിലേക്ക്, മിഡിൽ ഈസ്റ്റിലേക്കും ഇന്ത്യക്ക് പുറത്തേക്കും ഇത് പോകുന്നുണ്ട്. ഈ പ്രോഡക്റ്റ്സ് ഞങ്ങളുടെ ഇവിടെ എങ്ങും അവൈലബിൾ അല്ല. കാരണം ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ്സ് വളരെ യുണീക്കാണ്. യുണീക്കായിട്ട് പോകുമ്പം സാധാരണക്കാരായിട്ട് ഒരാൾക്ക് ഇത് പലപ്പോഴും പർച്ചേസ് ചെയ്യണം നിർബന്ധമില്ല. പീപ്പിൾ ഹു ആർ ലുക്കിംഗ് ഫോർ ബെറ്റർ ഹെൽത്ത്, പീപ്പിൾ ഹു ആർ റിയലി ലൈക്ക് ഹെൽത്ത് കോൺഷ്യസ്, അവർക്ക് ഇതിനെപ്പറ്റി ബെനിഫിറ്റിനെ പറ്റി അറിയാവുന്ന ആൾക്കാർ, അവർ മാത്രം പോകുന്നൊരു പൊസിഷൻ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത്. കാരണം എക്സ്പോർട്ടിലേക്ക് പോകുമ്പോഴും നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും പറഞ്ഞൊരു കാര്യം, വാട്ട് ഈസ് എ ഫൈനാൻഷ്യൽ ഗോൾ? ക്ലിയർ കട്ടായിട്ടൊരു ഫൈനാൻഷ്യൽ ഗോൾ ഉണ്ടാവണം. എക്സ്പോർട്ട് ചെയ്യുന്ന മൊമെൻറ്റ് മുതൽ എനിക്ക് ഇത്ര പൈസ കിട്ടണം നിർബന്ധമില്ല. നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ എത്രത്തോളം കറക്റ്റാണ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൈറ്റ് ഫോർവേഡർ അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇതിന് പോകുന്ന ഒരു ഫ്ലൈറ്റുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ എത്രത്തോളം ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇൻകോ ടേംസ് എത്രത്തോളം നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ധാരണയുണ്ട്, എത്ര ടൈം കൊണ്ട് ഈ പേയ്മെൻറ്റ് വരുന്നുണ്ട്, പേയ്മെൻറ്റ് വരുമ്പോൾ കറൻസിയിലുണ്ടാകുന്ന ഡിഫറൻസസ് നിങ്ങൾക്ക് എത്രത്തോളം ഈ പറയുന്ന പ്രശ്നം ഉണ്ടാവാൻ സാധിക്കും, താരിഫ് റേറ്റ്സ് ഉണ്ടാകുന്ന പ്രശ്നം. കാരണം കഴിഞ്ഞ പാനൽ ഡിസ്കഷനിൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യം, വാർ ക്രൈസിസ് വരുമ്പോൾ എന്ത് സംഭവിക്കാം? വാർ ക്രൈസിസ് വരുമ്പോൾ പലപ്പോഴും നേരത്തെ ഒരു $750 നിന്ന് $3500 മിസ്റ്റർ വിഷ്ണു പറയുന്നത് ഞാൻ കേട്ടു. യെസ്, ഇറ്റ് ഈസ് ട്രൂ. കാരണം നിങ്ങളുടെ ടോട്ടലായിട്ട് ഇപ്പോൾ ഒരു സ്റ്റാർട്ടർ ഒരു എസ്റ്റാബ്ലിഷ് ഫേമിന് എത്ര വേണമെങ്കിൽ പൈസ മുടക്കാൻ പറ്റും. പക്ഷേ ഒരു ബിഗിനർ എക്സ്പോർട്ട് ചെയ്യുന്ന മൊമെൻറ്റിലാണ് ഈ പറഞ്ഞ വാർ ക്രൈസിസ് വരുന്നെങ്കിൽ അവിടെ കൺസൈൻമെൻറ്റ് കെട്ടിക്കിടക്കുന്നു, അതൊക്കെ പേയ്മെൻറ്റ് വരുന്നില്ല, അതിൽ ടോട്ടലി ബുദ്ധിമുട്ടിലേക്ക് പോകും. ചിലപ്പം ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടോ ലോൺ എടുത്തിട്ടോ ഒക്കെ ആയിരിക്കും തുടങ്ങുക പലപ്പോഴും. അല്ല ഈ പറഞ്ഞൊരു FMCG പ്രോഡക്റ്റ്, സംബഡി വാസ് സ്പീക്കിംഗ് അബൌട്ട് കോക്കനട്ട് ഓയിൽ, ഇതിൻ്റെ ഈ പറഞ്ഞ ഷെൽഫ് ലൈഫ് കഴിഞ്ഞു പോയാൽ എന്ത് ചെയ്യും? ഈ പറയുന്ന കാര്യങ്ങളെപ്പറ്റി വളരെ വ്യക്തമായൊരു ധാരണ പലപ്പോഴും എക്സ്പോർട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാവണം. യുവർ പ്രോഡക്റ്റ് മേ ബി റിയലി ഗുഡ്, ബട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വേർ യു നീഡ് ടു പിച്ച്. താങ്ക് യു. ഗ്രേറ്റ് സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം പറഞ്ഞത്, എല്ലാവരും പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഒരു പ്രൊഡക്ട്സ് അത് എക്സ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് വേറൊരു രാജ്യത്തേക്ക് പോവുകയാണ്. ശരിക്കും പറയണമെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി ചെക്കാണ് എക്സ്പോർട്ട് ചെയ്യപ്പെടുക എന്ന് പറയുന്നത്. ക്വാളിറ്റി ഉള്ളത് എക്സ്പോർട്ട് ചെയ്യപ്പെടാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ അത് അവിടെ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവണം. അപ്പോൾ പ്രോഡക്റ്റ്സ് ക്വാളിറ്റിനെ കുറിച്ചാണ് തുടങ്ങിയത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, എക്സ്പോർട്ട് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ അതൊരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് മൂവ് ചെയ്യണം. അത് 100% ലീഗലി ഡോക്യുമെൻറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് പക്കയായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ കൂടെ വന്ന ഒരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് അത് വാങ്ങാൻ ആളുണ്ടാവണം. അപ്പോൾ അവിടെ നമുക്ക് നെറ്റ്വർക്ക് ഉണ്ടാവണം, അതിനുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവണം. ഈ 3 കാര്യങ്ങളൊന്ന് എല്ലാവരും മൈൻഡിൽ നോട്ട് ചെയ്യുക. കാരണം ഇവിടെ വന്നിരിക്കുന്ന ആളുകളൊക്കെ നാളെ എക്സ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ബിസിനസ് ചെയ്യാൻ പോകുന്ന ആ കാര്യത്തിന് കൃത്യമായിട്ടുള്ള ഇൻസൈറ്റുകൾ ഇവിടെ നിന്ന് കിട്ടണം. അതുകൊണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾ ഞാനിവിടെ ഇരുന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിവേ എന്തായാലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ പാനൽ ഡിസ്കഷൻ കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമ്പോൾ ഇരിക്കുന്ന ആളുകളൊക്കെ വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളാണ്. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക, നമ്മുടെ രാജ്യത്തിൻ്റെ അടുത്ത ലെവലിലേക്ക് എത്തിക്കുവാനുള്ള എപ്പിക്കിൻ്റെ ഈ ഒരു വലിയ ശ്രമം, ഒരുപാട് ഇവൻറ്റുകൾ, മെഗാ ഇവൻറ്റ്സുകൾ അവർ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ നടത്തുന്ന ഇവൻറ്റുകളിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്ത് നിന്ന് എക്സ്പോർട്ട് ചെയ്യപ്പെടണം. കാരണം ലോകത്തിൻ്റെ 70% എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ചൈനയുടെ അതേ പോപ്പുലേഷനും അതേ സംവിധാനം റിസോഴ്സും നമുക്കുണ്ടായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഞാൻ ആദ്യമായിട്ട് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ചൈനയിൽ നിന്ന് ഒരു കണ്ടെയ്നർ സൈക്കിളാണ്. ഈ സൈക്കിൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് 22 വയസ്സാണ്. ഈ സമയത്ത് എനിക്ക് ഇമ്പോർട്ടുമായിട്ടോ എക്സ്പോർട്ടുമായിട്ടോ യാതൊരു അറിവുമില്ല. ഈ കാലഘട്ടത്തിൽ ഞാൻ ഇമ്പോർട്ട് ചെയ്ത് ഡോക്യുമെൻറ്റേഷൻസ് പേരിൽ ഒരുപാട് പ്രയാസപ്പെട്ടു. അതോടൊപ്പം തന്നെ ക്ലോത്ത് ഇമ്പോർട്ട് ചെയ്ത് പോർട്ടിൽ കുടുങ്ങി, അങ്ങനെ ഒരുപാട് ക്യാഷ് നഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ച് എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊന്നും ഇതുപോലെ പറഞ്ഞു തരാനോ നൽകാനുള്ള സെമിനാറുകളൊന്നും ഇല്ലായിരുന്നു.
അതുകൊണ്ട് തന്നെ നമ്മൾ പല ആളുകളോടും ചോദിച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. അതിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ എനിവേ നിങ്ങൾക്കത് വരാൻ പാടില്ല. കാരണം ഇതിൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് വലിയൊരു ടേൺ ഓവറാണ്, വലിയൊരു ട്രാൻസാക്ഷനാണ്. ഒരു പിഴവിന് ലക്ഷങ്ങളല്ല, ചിലപ്പോൾ കോടികൾ നഷ്ടപ്പെട്ടേ ലൈഫ് തന്നെ പോയേക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിനെയും പണത്തിനെയും ഫ്യൂച്ചറിനെയും സേവ് ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളൊരു ഫുഡ് പ്രോഡക്റ്റ്സ് ആണ് ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ നമ്മളൊരു ഫുഡ് മാനുഫാക്ചർ ചെയ്ത് അത് ഇവിടെ നാട്ടിൽ റീജിയണിൽ നമ്മുടെ ലോക്കലി ഒരു സാധനം ചെയ്യാൻ വലിയ പ്രശ്നമല്ല. നമുക്കറിയാം അവരുടെ ടേസ്റ്റ്, എല്ലാ കാര്യങ്ങളും അറിയാം. അതോടൊപ്പം തന്നെ ഷെൽഫ് ലൈഫിൻ്റെ കുറവും അതിലുണ്ട്. ഈ സിറ്റുവേഷൻസിൽ ഒരു എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് ഈ സെൽഫ് ലൈഫ് എന്ന് പറയുന്നത് അതൊരു ചലഞ്ചിങ് ആണ്, അവിടുത്തെ ഒരു ടേസ്റ്റും ചലഞ്ചിങ് ആണ്. അപ്പോൾ ഇതിനെങ്ങനെ കവർ ചെയ്ത് എങ്ങനെയാണ് നമ്മളെ ഈ ബ്രാൻഡിനെ ഗ്ലോബലിലേക്ക് എത്തിക്കാൻ പറ്റിയത്? ഹലോ, ഈ ഷെൽഫ് ലൈഫിൻ്റെ കാര്യത്തിൽ പിന്നെ ഇതിൽ ഞങ്ങളെ പ്രൊഡക്റ്റ് വരുന്നത് ബനാന ചിപ്സ്, മിക്സ്ചർ, മുറുക്ക്, സാവറീസ്, സ്നാക്സ് ഐറ്റംസ് ആണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ നാട്ടിൽ ഡൊമസ്റ്റിക്കിൽ ഞങ്ങൾ ചെയ്യുന്ന അറൗണ്ട് ഒരു 60% നമ്മൾ ഡൊമസ്റ്റിക് ബിസിനസ്സാണ് ചെയ്യുന്നത്. 40% മാത്രം എക്സ്പോർട്ട് ചെയ്യുന്നല്ലോ. അപ്പോൾ ഈ ഡൊമസ്റ്റിക്കിൽ ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ലുലു പോലത്തെ പിന്നെ സൂപ്പർ മാർക്കറ്റ് ചെയിൻ, അതുപോലെ റെയിൽവേയിലുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾ പോലീസ് ക്യാൻറ്റീന്, അങ്ങനെ സർട്ടൻ ചെയിനുകൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ എക്സ്പോർട്ടിൻ്റെ കാറ്റഗറിയിൽ ഷെൽഫ് ലൈഫിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇതിൻ്റെ പാക്കിങ്, നമ്മളെ ഈ സ്നാക്സ് ഐറ്റംസിന് പാക്കിങ്ങിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം. കാരണം നമ്മളിപ്പോൾ ഇവിടെ നോർമലി ഇവിടെ ഇടുന്ന 3 month 90 days പാക്കിംഗ് ആണെങ്കിൽ, ഇപ്പോൾ US ഞങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ മിനിമം 1.5 years അവർക്ക് എന്ത് ചെയ്യണം, ഷെൽഫ് ലൈഫ് അഷ്യൂർ ചെയ്യണം. എന്നാലും മാത്രമേ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റൂ, ഇതാക്കും. അപ്പം നമ്മൾ ഈ പ്രൊഡക്റ്റിന് കൊടുക്കുന്ന പ്രിസർവേറ്റീവ്സിനും അതേപോലെ തന്നെ പാക്കിങ്ങിനും 50% ഇമ്പോർട്ടൻ്റ് ഉണ്ടായാലും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന സ്നാക്സ് ഐറ്റംസിൻ്റെ ഷെൽഫ് ലൈഫ് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് അഷ്യൂർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അപ്പം ബയേഴ്സ് ഞങ്ങളോട് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് നമുക്ക്. കാരണം ഇപ്പോൾ US നമ്മളൊരു കൺസൈൻമെൻറ്റ് അയക്കുന്നതാണെങ്കിൽ പ്രൊക്യൂർമെൻറ്റ് ഫസ്റ്റ് മാനുഫാക്ചർ ചെയ്ത് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഓൺ ആൻ ആവറേജ് 2 month അടുത്തെത്തും. 2 month 2.5 month ആവും. അപ്പം അവർക്ക് നമ്മൾ നോർമലി നാട്ടിലുള്ള സാധനം ഇതിന് ഷെൽഫ് ലൈഫ് 3 മാസമേ ഉണ്ടാവും. ഇതേ പ്രൊഡക്റ്റ് ഞങ്ങൾ ചെയ്യുമ്പോൾ 50% വി നീഡ് ടു ഗീവ് ഇമ്പോർട്ടൻസ് ടു ദി പാക്കിംഗ് മെറ്റീരിയൽ. എന്താണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്, ഏത് മെത്തേഡ്, നൈട്രജൻ ഫ്ലഷ് ചെയ്തിട്ടാണോ പാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, 50% ഞങ്ങൾ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന എന്താണ് അതാത് രാജ്യത്തിന് അലോ ചെയ്ത പ്രിസർവേറ്റീവ്സ്, നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് ഉണ്ട്, സിന്തറ്റിക് ഉണ്ട്, അത് ഏതാണോ യൂസ് ചെയ്തിട്ട് നമുക്ക് അക്യുറസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാമെന്നുള്ള കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെൽഫ് ലൈഫ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഗ്രേറ്റ്. എന്തായാലും ഓരോ രാജ്യങ്ങളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂൾസുകളുണ്ട് ഫുഡാകുമ്പോൾ. അതോടൊപ്പം തന്നെ അവിടുത്തെ ക്ലൈമറ്റ്, അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ യൂസ് ചെയ്യുന്ന സൈക്ലിംഗ്, അതുപോലെ ഉള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളത് സെറ്റ് ചെയ്യാനാണെന്നുള്ളത്. എനിവേ എന്തായാലും അടുത്തത് സച്ചിൻ ജോസിലേക്കാണ്. ഫുഡിൽ നിങ്ങൾ കോക്കനട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ മറ്റുള്ള എക്സ്പോർട്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു സർവീസ് എന്താണ്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ചിങ് എന്ന് പറയുന്നത്, എല്ലാവരുടെ കയ്യിൽ പ്രൊഡക്ട്സ് ഉണ്ട്, എല്ലാവർക്കും എക്സ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാ രാജ്യത്തും റിക്വയർമെൻറ്റ്സും ഉണ്ട്. കാരണം നമ്മളെ കുറേ പ്രൊഡക്ട്സുകൾ പല രാജ്യത്തും ഇല്ല. ഈ റിക്വയർമെൻറ്റ് ഉണ്ടായതുകൊണ്ടാണല്ലോ 5000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടുകളിൽ അറബികൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് കൊണ്ടുപോയതും ഫിറാവിൻ്റെ മൂക്കിൽ നിന്ന് കിട്ടിയ കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുപോലും നമ്മൾ കുരുമുളകൊക്കെ ഇത്രയും കാലം മുമ്പ് എക്സ്പോർട്ട് ചെയ്ത സ്റ്റേറ്റാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജിയോഗ്രാഫിക്കൽ അഡ്വാൻറ്റേജ്, എല്ലാ ഭാഗവും തീരങ്ങളാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഗ്ലോബൽ ലെവൽ ഇവിടെ വന്ന് പണ്ട് കാലം മുതലേ എക്സ്പോർട്ട് ചെയ്ത് വർഷങ്ങൾക്ക് മുമ്പ്, നമ്മളിപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പോഴത്തെ ആളുകൾക്ക് അതിലേക്ക് എത്താൻ പറ്റുന്നില്ല. അന്ന് ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് വന്നതാണെങ്കിൽ പോലും ഇപ്പോൾ അങ്ങോട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യാം, അക്കോസിയേഷൻ ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് എല്ലാ ടെക്നോളജീസും നമുക്കുണ്ട്, എല്ലാ ആളുകൾക്കും അട്രാക്റ്റ് ചെയ്ത് ഗ്ലോബൽ ലെവലിലേക്ക് അവരുടെ പ്രൊഡക്റ്റിനെ എത്തിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമാണ് അല്ലേ? ഒന്ന് ക്വാളിറ്റി ഇല്ല, അതുപോലെ തന്നെ ക്വാളിറ്റി പ്രൊഡക്ട്സിലായിരിക്കാം, ക്വാളിറ്റി ഓഫ് പാക്കിംഗ് ആയിരിക്കാം, ക്വാളിറ്റി ഓഫ് പ്രോസസ്സ് ആയിരിക്കാം. ഇങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത കുറേ ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ വലിയ ആഗ്രഹം ഉണ്ടാവും. ഈ ക്വാളിറ്റി സസ്റ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ക്വാളിറ്റി, ഡിമാൻഡ് ക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് ക്രൈറ്റീരിയ? ഒരു 3 ക്രൈറ്റീരിയാസ് പറയാൻ പറ്റുമോ? ഹലോ
സിമ്പിൾ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എസ്പെഷ്യലി എഡിബിൾ ഓയിൽ ഓർ എനി FMCG കാറ്റഗറി, FMCGയിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഓയിൽ ഡിവിഷൻസിലേക്കെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കൽ റേറ്റ് ഫിക്സേഷൻ ചെയ്തു, ആ റേറ്റ് മാറാം. ബിക്കോസ് ഇറ്റ് ഇസ് ഡേ ടു ഡേ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്, ബേസിക്കലി അഗ്രികൾച്ചർ ബേസ്ഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എപ്പോഴും ഷഫിൾ ചെയ്യും. ഇന്ന് വെക്കുന്നതല്ല നാളെ, നാളെ വെക്കുന്നതല്ല മറ്റന്നാൾ, നമ്മുടെ കോസ്റ്റിംഗ് ഡിഫറൻസിയേഷൻ വരും. ഈ കോസ്റ്റ് വരുമ്പോൾ നമ്മുടെ നഷ്ടം, ഞാൻ സിമ്പിൾ എക്സാമ്പിൾ, ഞാൻ ഇന്നൊരു വെളിച്ചെണ്ണ അല്ലെങ്കിൽ എനി പ്രൊഡക്റ്റ് ഞാൻ 100 രൂപയ്ക്കാണ് ഞാൻ കോസ്റ്റ് കണ്ടത്, എൻ്റെ എസ്റ്റിമേഷൻ കോസ്റ്റ് ഉണ്ട് 100 രൂപയ്ക്കാണ്. ഓർഡർ കിട്ടണമെങ്കിൽ നമുക്ക് മിനിമം ഒരാൾ കോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ മിനിമം വി ഹാവ് ടു ഗിവ് 5 days ടൈം പീരീഡ് കൊടുക്കണം. നമ്മളൊരു ഇൻ്റർനാഷണൽ സപ്ലയറിന് നമ്മൾ കോസ്റ്റ് കൊടുത്താൽ അവരുടെ അപ്രൂവൽ കിട്ടിയ മിനിമം 5 to 7 days മിനിമം നമ്മൾ കാത്തു നിൽക്കണം. അവർ യെസ് സച്ചിനെ ഓക്കെ കേട്ടോ, റേറ്റ് ഓക്കെ എന്ന് പറയുമ്പോൾ ഈ 7 ദിവസത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞ കോസ്റ്റും നമ്മൾ വിൽക്കുന്ന കോസ്റ്റും വരുമ്പോഴത്തേക്കും വലിയ ഹ്യൂജ് ലോസ് വന്നു. പക്ഷേ എന്താ, നമ്മൾ വാക്ക് പറഞ്ഞു പോയി, നമ്മൾ റേറ്റ് കൊടുത്തോ 7 ദിവസത്തിന് വാലിഡിറ്റി ഉള്ളതാണ് നമ്മൾ പ്രൊഡക്റ്റ് കോസ്റ്റിൽ. ഈ കാറ്റഗറി വരുമ്പോഴാണ് നമ്മളെപ്പോലെയുള്ള ചെറിയ ചെറിയ ആളുകൾക്ക് ഈ ബിസിനസ്സിൽ, എക്സ്പോർട്ട് ബിസിനസ്സിൽ സസ്റ്റൈനബിലിറ്റി ആകാണ്ട് വന്നത്. എനിക്ക് വരുന്ന നഷ്ടം ഞാൻ എങ്ങനെ കവർ ചെയ്യും? ക്വാളിറ്റിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. ക്വാളിറ്റിയിൽ എപ്പോഴെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഐറ്റത്തിന് നമ്മൾ അതിന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തോ, ഇറ്റ്സ് നോട്ട് എ സസ്റ്റൈനബിൾ. ഞാൻ കച്ചവടം ചെയ്തിട്ടുണ്ട്, പല കച്ചവടം ചെയ്തിട്ടുണ്ട്, നഷ്ടം വന്നിട്ടുണ്ട്. ഒരു കണ്ടെയ്നർ 36 ലക്ഷം രൂപ പോയിട്ടുണ്ട്, 36 ലക്ഷം രൂപ കണ്ടെയ്നർ പോയിട്ടുണ്ട്, ഒരു സിംഗിൾ കണ്ടെയ്നർ. സാധാരണ നമുക്ക് 1, 2, 5, 10 എല്ലാം പോട്ടെ, ഒരു കണ്ടെയ്നറിൽ വിറ്റ് കച്ചവടത്തിൽ 36 ലക്ഷം പോയിട്ടുണ്ട്. അതിൻ്റെ വിഷമം നമുക്കറിയാം. പക്ഷേ ഒരിക്കലും ആ കണ്ടെയ്നർ നമ്മൾ എന്തെങ്കിലും മിസ്മാനേജ്മെൻറ്റ് ചെയ്താൽ നമ്മുടെ വാല്യൂ ഓഫ് എ പേഴ്സൺ. ഇന്ന് എന്നെക്കുറിച്ച് ചോദിച്ചു, സച്ചിൻ ജോസിൻ്റെ പ്രൊഡക്റ്റ്, കേമോലിസിൻ്റെ പ്രൊഡക്റ്റിന് ആരും കുറ്റം പറയത്തില്ല. വൈ? ആ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് നമ്മൾ കീപ്പപ്പ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. നമുക്ക് എത്ര നഷ്ടം വന്നോട്ടെ, ആ നഷ്ടം റിക്കവറി 1 വർഷം 2 വർഷം ആ പാർട്ടി എടുത്ത് കച്ചവടം ചെയ്താൽ പോലും നമുക്ക് ഒരിക്കലും ആ പൈസ റിക്കവർ ചെയ്ത് കിട്ടത്തില്ല. ആ പാർട്ടിയായിട്ട് 2 വർഷം ചെയ്താൽ പോലും ആ റിക്കവറി എമൗണ്ട് തിരിച്ച് കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ നമ്മുടെ വാല്യുവേഷൻസ്, എ പേഴ്സൺസ് വാല്യുവേഷൻ എപ്പോഴെങ്കിലും വിട്ടുപോയാൽ അത് തിരിച്ച് നമുക്ക് എത്ര പൈസ മുടക്കിയാലും നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഞാൻ ഇന്നേക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരന് വേണ്ടി ഞാൻ പാക്ക് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പേരുള്ള വ്യക്തികൾക്ക് പാക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാം എന്നെ കണ്ട് അടിസ്ഥാനം വെക്കുന്ന ഓൺലി സച്ചിൻ്റെ അടുത്ത് വരുന്ന സാധനം റിലയബിളാണ്. അവർ വന്ന് ഇൻസ്പെക്ഷൻ ചെയ്ത്, അവർ വന്ന് നോക്കി, അവർ 100% ടീം ഇവിടുന്ന് ആൾക്കാരൊക്കെ വന്ന് എപ്പോഴും വേണം കയറി വരാം, എൻ്റെ പ്ലാനിലേക്ക് എപ്പോഴും വേണം കയറി വരാം, എപ്പോഴും വേണം നോക്കാം. അവിടെ ക്യൂസ് റിപ്പോർട്ട്സ്, സ്റ്റാൻഡേർഡ് ഓഫ് ബുക്സ് എല്ലാം കീപ്പ് ചെയ്യുന്നു. എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് സച്ചിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമുക്ക് ഏത് പ്രൊഡക്റ്റും മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മളാണ് ട്യൂൺ ചെയ്യുന്നത്. ഹൗ ഷുഡ് ദ പ്രൊഡക്റ്റ് ഷുഡ് ബി? ആ സ്റ്റാൻഡേർഡ് ഓഫ് ടൂൺസ് വൺസ് വി ഡിസ്ക്രൈബ്, എനിക്ക് മേടിക്കുന്ന ഐറ്റം റോ മെറ്റീരിയൽസ് ഇതാണ്, ഈ സ്റ്റാൻഡേർഡ് മേലുള്ള ഐറ്റം നമ്മൾ എടുക്കത്തില്ല. നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ചെയ്യുന്ന പ്രൊഡക്റ്റിന് കാറ്റഗറി ഈ ഐറ്റമാണ് എടുക്കത്തില്ല, അത് നഷ്ടമാണ്, തിരിച്ച് റിട്ടേൺ ചെയ്യും. നമ്മൾ ഫോർ എക്സാമ്പിൾ എനി റോ മെറ്റീരിയൽ ഷുഡ് ബി ബൈറ്റ്. റോ മെറ്റീരിയൽസ് മേ ബി 2 കാറ്റഗറി. മേ ബി എൻ്റെ ഒരു ഫീൽഡ് വരുന്ന കൊപ്ര ആകാം, അല്ലെങ്കിൽ ഇനി ഓയിലാകാം. ഞാനിപ്പം ചെയ്യുന്നത് കൊപ്ര ചെയ്യുന്നുണ്ട്, വെളിച്ചെണ്ണ ചെയ്യുന്നുണ്ട്, മസ്റ്റർഡ് ഓയിൽ ചെയ്യുന്നുണ്ട്, ജിഞ്ചിലി ഓയിൽ ചെയ്യുന്നുണ്ട്, ഓൾ കൈൻഡ് ഓഫ് ഓയിൽസ്. എക്സ്പോർട്ട് ഡിവിഷൻസ് മാത്രം പറയുന്നത് ഡെസിക്കേറ്റഡ് പൗഡർ ചെയ്യുന്നുണ്ട്, ഡെസിക്കേറ്റഡ് ഫ്ലേക്സ് ചെയ്യുന്നുണ്ട്, കൊപ്ര ബേസ്ഡ് എല്ലാ കാറ്റഗറി ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഇതിനെല്ലാം നമ്മൾ കീപ്പ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഓഫ് സ്ട്രക്ചർ. അത് നമ്മൾ ഒരിക്കലല്ല ബയറായിട്ടൊന്ന് പോയി ഇൻസ്പെക്ഷൻ ചെയ്യുന്നത് നമ്മളായിരിക്കുമല്ല, വിൽക്കുമ്പോൾ ക്വാളിറ്റി നോക്കുന്നത് നമ്മളല്ല. പക്ഷേ നമ്മൾ ഒറ്റ ട്യൂൺ ചെയ്ത് വെച്ചാൽ മതി, നമ്മൾ വിൽക്കുന്ന ഐറ്റത്തിൻ്റെ ഈ സ്റ്റാൻഡേർഡാണ്, ഇത്ര സ്റ്റാൻഡേർഡ് മേലെയുള്ള സാധനം നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ല, കൊടുക്കത്തില്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനില്ല. നഷ്ടത്തിൽ കച്ചവടം ചെയ്തോ, ലാഭത്തിൽ കച്ചവടം ചെയ്തോ, അതല്ല. ബിക്കോസ് നമ്മുടെ വാല്യുവേഷൻസ് ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ്. ഇപ്പം നാളെ എന്നെ ഒരാൾ വന്ന് ചോദിക്കുവാണ്, സച്ചിൻ ആരാ, സച്ചിൻ മെറ്റീരിയൽ ഇങ്ങനെ, കുഴപ്പമില്ല കേട്ടോ, അവൻ വലിയ പറ്റിക്കത്തില്ല. നമുക്ക് പറ്റിക്കിട്ടെന്നൊരു വാക്ക് വന്നാൽ ജീവിതത്തിൽ തീർന്നു. സോ ദാറ്റ്സ് മൈ സ്റ്റാൻഡേർഡ്. എൻ്റെ ഒരു കമ്പനിയുടെ സ്റ്റാൻഡേർഡ് അത് മാത്രം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളൂ, അത് മാത്രം വളർന്നു പോകുന്നത്. ഗ്രേറ്റ് സർ. ട്രസ്റ്റ്, ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ആണ് അല്ലേ? ഒരു ബ്രാൻഡിനെ നമ്മൾ വാങ്ങുന്നത് ട്രസ്റ്റാണ് വാങ്ങുന്നത്. ട്രസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക? ഒരു നല്ല പ്രൊഡക്റ്റ്, ഇപ്പോൾ ഇതൊരു നല്ല വെള്ളമായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിന് ഉപയോഗിച്ചിരിക്കുന്ന റോ മെറ്റീരിയൽ, ആ വെള്ളം ഈ മിനറൽ വാട്ടറിൻ്റെ പ്രോസസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സ്, ഇത് രണ്ടിനും ക്വാളിറ്റി ഉണ്ടെങ്കിലേ നല്ല ഔട്ട്കം ഉണ്ടാവുള്ളൂ. അദ്ദേഹം പറഞ്ഞതിൽ വലിയൊരു കാര്യമാണ്. സോ നല്ലൊരു പ്രൊഡക്ട്സ് വേണമെങ്കിൽ നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത്
ക്വാളിറ്റി മെറ്റീരിയൽ കളക്ട് ചെയ്യുക എന്ന് പറയും. അവിടെ ക്രൈറ്റീരിയ വെക്കുക എന്നുള്ളതാണ്. ആ ക്രൈറ്റീരിയ സെറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ക്വാളിറ്റി മെറ്റീരിയലിനെ നല്ല ഔട്ട്കം കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല പ്രോസസ്സ് സെറ്റ് ചെയ്യേണ്ടി വരും. അതിന് ഏറ്റവും നല്ല ടെക്നോളജി യൂസ് ചെയ്യേണ്ടി വരും, ഏറ്റവും നല്ല മെഷീനറി യൂസ് ചെയ്യേണ്ടി വരും, ഏറ്റവും നല്ല സംവിധാനങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വളരെ വലിയൊരു കാര്യമാണ്. സജിൻ, നെക്സ്റ്റ് ചോദ്യം ഷഫീഖ് സാറിനോടാണ്. സാർ, ഇപ്പോൾ നമ്മൾ എപ്പിക്സ് തന്നെ ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ലോക്കലിൽ നിന്ന് ഗ്ലോബൽ ഒരു മൈൻഡ് സെറ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോഴും നമ്മുടെ ഒരു അങ്ങാടിയിലോ അല്ലെങ്കിൽ ചെറിയൊരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടിയിട്ട് ചെയ്യുന്ന ആൾക്കാർ. ഞാൻ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് 16-ാമത്തെ വയസ്സിൽ ആദ്യം ബിസിനസ് ബക്ക ട്രാവൽ ഏജൻസിയാണ് തുടങ്ങിയത്. 20-ാമത്തെ വയസ്സിലാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് തുടങ്ങുന്നത്. അവിടുന്ന് 22-ാമത്തെ വയസ്സിൽ ആദ്യത്തെ കണ്ടെയ്നർ നാട്ടിലേക്ക് ഇറക്കി. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ഇത് ആദ്യം ഞാൻ ബോംബെ പോയി സാധനം എടുത്ത് അത് കഴിഞ്ഞിട്ട് ഇത് പോയ ഒരു ചെറിയൊരു സ്റ്റോറി ഞാൻ പറയാം. ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയ കച്ചവടങ്ങൾ തുടങ്ങുന്ന സമയത്ത് കോഴിക്കോട് നിന്നാണ് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതെടുത്ത് കോഴിക്കോട്ടിലേക്ക് അങ്ങോട്ടാണ് വരുന്നത് നോക്കി. അപ്പോഴാണ് അത് ഇവിടെ നിന്നാണ് ബോംബെയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ബോംബെയിൽ പോയിട്ട് ബോംബെയിൽ നിന്ന് സാധനങ്ങൾ എടുത്തപ്പോഴാണ് മനസ്സിലായി ബോംബെയിലേക്ക് കണ്ടെയ്നർ വരുന്നത് ഹോങ്കോങ് വഴി ചൈനയിൽ നിന്നാണ്. അങ്ങനെ നേരെ ഹോങ്കോങ്ങിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് 22 വയസ്സാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അന്വേഷിച്ചു, ചൈനയിലേക്ക് എത്തി. ചൈനയിൽ പോയി ഇറങ്ങിയ സമയത്ത് ഞാൻ കണ്ട ഒരു പിക്ചറുണ്ട് അവിടുത്തെ എയർപോർട്ടിൽ. വലിയൊരു വാള്, ആ വാളിൽ ഒരുപാട് പഴക്കുലകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലൊരു കുരങ്ങനുണ്ട്. എനിക്ക് അന്നത് മനസ്സിലായില്ല. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായ കുരങ്ങൻ ഞാനായിരുന്നു എന്നുള്ളത്. കാരണം ചൈനയിൽ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് തന്നെയാണ്. ലോകത്തുള്ള സകല കാര്യം പ്രൊഡക്ട്സുകളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രൊഡക്ട്സുകളുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിന് ഒരു ക്ലാരിറ്റി വേണം. അങ്ങനെ ഞാൻ അമാൻ ഏജൻസി എന്ന് പറയുന്ന ഏജൻസി തുടങ്ങി സകല പ്രൊഡക്റ്റും ഇമ്പോർട്ട് ചെയ്യും. കാരണം കാണുന്നത് മുഴുവൻ എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുന്ന ആവേശത്തിലായിരുന്നു അന്ന്. പലതും ചെയ്തു, പലതും നഷ്ടപ്പെട്ടു. അങ്ങനെ അവസാനം ഈ കിട്ടിയ നഷ്ടങ്ങളിൽ നിന്നും നേട്ടങ്ങളിൽ നിന്നും ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കി ലാമിയ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ടാക്കി. അങ്ങനെ എക്സ്പോർട്ട് ഇമ്പോർട്ട് തുടങ്ങി. അവിടെ നിന്ന് അങ്ങോട്ട് കളർ ഓഫ് ട്രേഡിങ്, വിൻറ്റേജ്, ബ്രാൻഡ്, ഇങ്ങനെയൊക്കെ ബിൽഡ് ചെയ്ത് വന്നതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് അടികൾ കിട്ടിയതിൻ്റെ ശേഷമാണ് ശരിക്കും പറഞ്ഞൊരു പ്രൊഡക്ട്സിലേക്ക് ഞാൻ എത്തുന്നത്. പക്ഷേ സാറേ, ഞാൻ ചോദ്യം ഇതാണ്, നമ്മൾ ലോക്കൽ ലെവലിൽ നിന്ന് ഗ്ലോബൽ ലെവലിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബ്രിഡ്ജ് ഇത് കറക്റ്റായാൽ മാത്രമാണല്ലോ ഇവർക്ക് കറക്റ്റായിട്ട് ഇത് വിജയിക്കാൻ പറ്റുക. ഇത് ആഗ്രഹങ്ങളും മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിൻ്റെ, എസ്പെഷ്യലി നമ്മളെ കേരള കമ്മ്യൂണിറ്റിയിൽ വലിയ സാധ്യതകൾ 20, 30, 40 കൊല്ലമായിട്ട് പ്രൊഡക്ഷൻ നടത്തുന്ന ഇത്രയും ബ്രാൻഡ് ക്രെഡിബിലിറ്റി ഇവിടെ ലോക്കലി ഉള്ള ഒരുപാട് കമ്പനിക്ക് പോസിബിലിറ്റി ഉണ്ട് എക്സ്പോർട്ട് ചെയ്യപ്പെടാനും എക്സ്പാൻഡ് ചെയ്യാനും. അപ്പോൾ ഈ ലോക്കലി ഉള്ളവരെ തടസ്സപ്പെടുത്തുന്നത് ട്രഡീഷണൽ ലെവൽ വന്നതുകൊണ്ടാണോ, അതല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്താണ് അവരുടെ ഏറ്റവും വലിയ ബാരിയർ, തടസ്സം എന്താണ്? എല്ലാ പോസിബിലിറ്റി ഉള്ള ആൾക്കാരെ കുറിച്ചാണ് ചോദിക്കുന്നത്. എന്നിട്ടും വളരെ പോവാത്തതിൻ്റെ കാരണം കാരണം അവർ കാണുന്നത് ടി വിയിൽ കാണുന്നത് ബോംബെ സ്ട്രീറ്റും അതുപോലെ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ന്യൂസിൽ നമ്മൾ ഇന്ത്യനെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ അവിടുന്ന് ടൂറിസ്റ്റായിട്ട് വന്നിട്ടുള്ളവർ നമ്മളെ സ്ട്രീറ്റ് ഫുഡ്സും സ്ട്രീറ്റ് റെസ്റ്റോറൻറ്റ്സും. അപ്പം അവരുടെ കോൺസെപ്റ്റിൽ പ്രത്യേകിച്ച് നമുക്കറിയാം മലയാളികൾ ഏറ്റവും വൃത്തിയുള്ള ആൾക്കാരാണ്. പക്ഷേ ഇന്ത്യക്കാരായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ അവർ വൃത്തി എന്നുള്ളതാണ് മെയിൻ അവരുടെ കൺസേൺ. അത് വ്യക്തിയാവട്ടെ പ്രൊഡക്റ്റ് ആവട്ടെ. അപ്പോൾ പ്രൊഡക്റ്റിലെടുക്കുമ്പോൾ നമ്മുടെ ക്വാളിറ്റിയാണ്. കാരണം നമുക്കറിയാം നമ്മളെ റെസ്റ്റോറൻറ്റ്സിലും മറ്റുള്ളിടത്തൊക്കെ യൂസ് ചെയ്യുന്നത്, അതുപോലെ ഇപ്പം ഓയിൽസ് ആയാലും മറ്റുള്ളതായാലും ആ ഒരു നെഗറ്റീവ് ഇന്ത്യ എന്നുള്ള ഇതിനുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പോർച്ചുഗലിലാണെങ്കിൽ അത് കൂടുതലാണ്. കാരണം അവർക്ക് ഇന്ത്യാനോ എന്ന് പറയുന്നത് ഇന്ത്യക്കാർ മാത്രമല്ല, ബംഗാളികളും പാകിസ്ഥാനികളും നേപ്പാളികളും അവർ പഴയ നമ്മുടെ ഇന്ത്യനെയാണ് ഇന്ത്യാനോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവരുടെ നെഗറ്റീവ് പോലും നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിലുള്ള സജഷൻ, ഒരുപാട് പ്രോഡക്റ്റ് ഇതുപോലെ നമുക്ക് വരാറുണ്ട്, അതിൽ കൂടുതലും റിജക്റ്റ് ആവും ക്വാളിറ്റി. അപ്പോൾ ഇപ്പോൾ നമ്മളെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ സർട്ടിഫൈഡ് പ്രൊഡക്ട്സ് മാത്രം. നമുക്കറിയാം അവിടെ അതിന് കാരണം കൂടിയുണ്ട്. കാരണം യൂറോപ്പിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ അറിയാം നമ്മളുടെ ഇന്ത്യ ഹോസ്പിറ്റൽസൊക്കെ ഫുള്ളാണ് അല്ലേ. കാരണം അതിൻ്റെ ഒരു കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ അവർക്ക് 90 വയസ്സുള്ള ഒരാൾ എന്നെക്കാളും നന്നായി റോഡിലൂടെ നടക്കുന്നുണ്ടാവും. കാരണം ചിലപ്പോൾ നമ്മൾ അവരെ കൂടെ നടന്നാൽ നമുക്ക് എത്താൻ പറ്റില്ല. കാരണം അത് അവരുടെ ലൈഫ് സ്റ്റൈലാണ്, അവരുടെ ഫുഡാണ്.
കാരണം അവർ കഴിക്കുന്ന ഭക്ഷണം മരുന്നായിട്ടാണ് കഴിക്കുന്നത്. നമ്മൾ കുറേ ഭക്ഷണം കഴിച്ച് വീണ്ടും മരുന്ന് കഴിക്കുന്ന ഒരു ഇതിൽ കിട്ടും. പക്ഷെ അവർ ഒരു 40 ഏജ് കഴിഞ്ഞാൽ അവർ പിന്നെ കഴിക്കുന്നത് മറ്റേ വെൽനെസ് മെഡിസിൻസാണ്. ഒരു അസുഖങ്ങളില്ലേ പോലും ചെക്ക് ചെയ്ത് അതുപോലെയുള്ള വൈറ്റമിൻസും ന്യൂട്രീഷ്യൻസും ഒക്കെ പ്രോപ്പറായിട്ട് എടുക്കും. അപ്പോൾ അതുപോലെയുള്ള പ്രൊഡക്ഷനായാലും ഫുഡ് പ്രൊഡക്ഷനായാലും ക്വാളിറ്റി വളരെ നിർബന്ധമാണ്. ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അവരുടെ യൂറോപ്യൻ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിന് എന്ത് സഹായം എനിക്ക് ചെയ്യാൻ പറ്റും. ഗ്രേറ്റ് സർ, ഗ്രേറ്റ് സർ. ഓക്കെ, എനിവേ എന്തായാലും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി അത് 100% ആണെങ്കിൽ മാത്രമാണ് എക്സ്പോർട്സിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ആവുന്നുള്ളൂ. സോ എനിവേ എന്തായാലും അടുത്തത് അജയ് സാറിലേക്കാണ്. നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞു, അജയ് സാറ് തമാശയിലൂടെ പറഞ്ഞൊരു കാര്യം, മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സത്യത്തിൽ ജസ്റ്റ് ഫോർ ദ സ്റ്റാർട്ടിംഗ് ആണ്. മോട്ടിവേഷൻ കിട്ടായിട്ട് കാര്യമില്ല. മോട്ടിവേഷൻ കൊണ്ട് നമ്മളൊക്കെ ഒരുപാട് കാര്യം ചെയ്ത് ഒരുപാട് അബദ്ധത്തിൽ വീണ ആൾക്കാരാണ്. ഞാനൊരു മോട്ടിവേഷൻ ട്രെയിനറും അല്ല, ബിസിനസ് കോച്ചാണ്, ബിസിനസ് ട്രെയിനറാണ്. സോ മോട്ടിവേഷൻ നമുക്ക് ആവശ്യമാണോ? മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഇൻട്രസ്റ്റ് നമുക്ക് വരിക എന്നുള്ളതാണ്. പക്ഷേ ഇൻട്രസ്റ്റിൻ്റെ അപ്പുറത്തേക്ക് അണ്ടർസ്റ്റാൻഡിങ് എന്നൊരു സാധനമുണ്ട് അല്ലേ? അപ്പോൾ സാറിന് അജയ് സാറിനോട് ചോദിക്കാനുള്ളത്, ഈ അണ്ടർസ്റ്റാൻഡിങ്, ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുക എന്നുള്ളത് അതൊരു പഠനത്തിലൂടെയാണ് ഉണ്ടാവുക. മൂന്നാമത്തെ ഒരു കാര്യം വേണ്ടത്, ഒരു കാര്യത്തിൽ നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ആണ്. അത് ചെയ്തേ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 5% ആണെങ്കിൽ അതിന് അണ്ടർസ്റ്റാൻഡിങ്ങിന് അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ട്, എക്സ്പീരിയൻസിന് അതിൻ്റേതായ വാല്യൂ. എന്തായാലും ഒരു 20-30% എക്സ്പീരിയൻസ് ചെയ്യാതെ എവിടെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. റിയൽ എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അതുവരെ നമുക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ സാറിനോട് ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് ട്രെയിനിങ്ങും ഡയറക്ഷൻസൊക്കെ മെൻറ്ററിങ്ങും ഒക്കെ സാർ കൊടുക്കുന്നുണ്ട്. ആളുകൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ്, അത് വിശേഷിച്ച് നമ്മളിപ്പോൾ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഡിസ്കഷൻ ചെയ്യുന്നത്. ഇതുപോലെയുള്ള വലിയൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള മൂവ്മെൻറ്റ്, ഒരു ഗ്ലോബൽ ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ്, ഒരു സാധാരണ ലോക്കലിൽ നിന്ന് ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വലിയൊരു ടേൺ ഓവർ ചെയ്യുന്ന വലിയൊരു ഡീല് നടത്താൻ പോകുന്ന ഈ ഒരു വ്യക്തി എത്രത്തോളം അയാൾക്ക് ഏതൊക്കെ വിഷയത്തിൽ, വളരെ ഷോർട്ടായിട്ട് നമുക്ക് സമയം കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഷോർട്ടായിട്ട് ഏതൊക്കെ വിഷയത്തിലാണ് അയാൾക്ക് അണ്ടർസ്റ്റാൻഡ് ഉണ്ടാക്കേണ്ടത്, അത് ഉണ്ടാക്കാൻ ഏത് കോഴ്സിലാണ് അയാൾ ചേരേണ്ടത്, ഏത് സൈറ്റിലാണ് അയാൾ പഠിക്കേണ്ടത്, ഏത് കാര്യമാണ് സെർച്ച് ചെയ്യേണ്ടത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഷോർട്ടായിട്ട് നോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ബേസിക്കലി നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ഒത്തിരിയും പ്രോഗ്രാംസ് പഠിക്കുന്നുണ്ട്. നമ്മൾ വളരെയധികം ക്യൂരിയസ് ആണ്, പല കാര്യങ്ങളും പഠിക്കാനുള്ള ക്യൂരിയോസിറ്റി വളരെ കൂടുതലാണ്. അപ്പം നോളജ് എടുക്കുന്നത് ശരിയാണ്, പക്ഷേ ഇതൊരു അപ്ലൈഡ് നോളജ് ആണെന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. വൈ ഷുഡ് ഐ ഡൂ ദിസ് തിങ്? ഞാൻ എന്തിനാണ് ഇത് പഠിക്കുന്നത്? കാരണം നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഒരു സിസ്റ്റം തന്നെ, ഞാൻ സിസ്റ്റത്തിനെ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷേ ഞാൻ കുറേ യൂണിവേഴ്സിറ്റികളുടെ കരിക്കുലം കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം ഞാൻ കാണുന്നൊരു കാര്യം, ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളുടെ സിസ്റ്റം ഉൾപ്പെടെ പലപ്പോഴും ചെയ്യുന്ന കാര്യം, നമ്മൾ എന്ത് പഠിക്കും എന്നുള്ളതാണ്, ഇത് എന്തിനു പഠിപ്പിക്കുന്നു മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരാളൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്ന സമയത്തേക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സ്പോർട്ടിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം പഠിക്കുന്നു. സോ വാട്ട് ഈസ് ഹിസ് ഇൻറ്റൻഷൻ? ഡസ് ഹി വാണ്ട് എ ജോബ് ഓർ ഹീസ് ഗോയിങ് ഫോർ എ റിയലിസ്റ്റിക് എക്സ്പോർട്ട്? എക്സ്പോർട്ട് ചെയ്യാനാണെങ്കിൽ അത് എവിടേക്ക്, എങ്ങനെ, ഏത് രീതിക്ക് ചെയ്യണം, നമ്പർ 1. സെക്കൻഡ് തിങ്, എന്താണ് ആളുടെ ക്ലിയർ കട്ടുള്ള ഫൈനാൻഷ്യൽ ഗോൾ എന്താണെന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എപ്പോഴും പറയും ഷോർട്ട് ടൈം ലോങ് ടൈം ഗോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള പല നമ്മുടെ കോഴിക്കോട്ടിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഒരു ഫോമൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരിൽ ഉപരിയായിട്ട് ബിസിനസ് എഡ്യൂക്കേഷൻ പ്രാവർത്തികമാക്കിയിട്ടുള്ള നിരവധി ആളുകൾ നമുക്ക് കാണാൻ പറ്റും. കാരണം അവർക്ക് ഓക്സ്ഫോർഡിയൻ ലാംഗ്വേജ് ഉണ്ടെന്ന് നിർബന്ധമില്ല, അവർക്ക് ഈ ഹേവാർട്ടിലെ ഒരു നോളജ് സ്കില്ലുണ്ടെന്ന് നിർബന്ധമുണ്ടാവില്ല. പക്ഷേ ഈ പറയുന്നൊരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ, ഇപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ, പല ആൾക്കാരെയും എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹത്തോട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ല പ്രോഡക്ട്സ് പലപ്പോഴും ആൾക്കാർ മേടിക്കണം നിർബന്ധമില്ല. ഇപ്പോൾ ബേസിക്കലി വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് വൈ ഷുഡ് സംബഡി പർച്ചേസ് സംതിങ് ഫ്രം യു? നിങ്ങളുടെ നിന്ന് എന്തിന് ഒരാളൊരു കാര്യം മേടിക്കണം? വാട്ട് വാല്യൂ അഡീഷൻ ക്യാൻ യു ലൈക്ക് ബ്രിങ് ഇൻ? നിങ്ങളുടെ കോമ്പറ്റീറ്റീവ്സ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. നിങ്ങൾ എന്ത് വാല്യൂ അഡീഷനായിരിക്കും കൊടുക്കാൻ പറ്റുക? ആ വാല്യൂ അഡീഷൻ കൊടുക്കുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോളുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് അതിനെങ്ങനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന് നന്നായിട്ട് വാസ്റ്റായിട്ട് റീഡ് ചെയ്യുക. എത്രയും പെട്ടെന്ന് അറിയേണ്ട കാര്യം, എക്സ്പോർട്ടിങ്ങിൽ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. കാരണം ജിയോ പൊളിറ്റിക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും ആൾക്കാർ മനസ്സിലാക്കാത്തൊരു കാര്യം, എക്സ്പോർട്ട് കോഴ്സുകൾ ചെയ്യുന്നത് തെറ്റില്ല. കാരണം ഇന്ന് ഓപ്പൺ എയുടെ ഒത്തിരിയും സാധ്യതയുള്ള സ്ഥലമാണ്. കാരണം നമുക്ക് ഫ്രീ കോഴ്സസ് തന്നെ ഇഷ്ടംപോലെ അവൈലബിലിറ്റി ഉണ്ട്. പക്ഷേ ഇത് പ്രോബ്ലം എവിടെ വെച്ചാൽ കോഴ്സസ് ചെയ്യുന്നത് കൊള്ളാം, പക്ഷേ അപ്ലൈഡ് നോളജ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. ഇപ്പം നമ്മളിപ്പോൾ റിസോഴ്സുകൾ ഏത് റിസോഴ്സാണ് അവർ? അല്ല, സപ്ലൈ ചെയിനിലേക്ക് വരുമ്പോൾ സപ്ലൈ ചെയിൻ്റെ
തന്നെ IIMന്റെ പ്രോഗ്രാംസ് നല്ലതാണ്. ഇപ്പം ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാം ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല, പക്ഷേ അല്ല, സപ്ലൈ ചെയിൻ്റെ പ്രോഗ്രാംസ് വരുമ്പം ഞാനിന്ന് കാണുന്നൊരു കാര്യം, എക്സ്പോർട്ട് ആയിക്കോട്ടെ അതുപോലെ ലോജിസ്റ്റിക്സ് ആയിക്കോട്ടെ, കാണുന്നൊരു കാര്യം പലപ്പോഴും ഈ കുട്ടികൾ ഇത് പഠിക്കാൻ വരുമ്പോൾ അവർ ബേസിക് ജോബ്സിലേക്ക് പോകുന്നിട്ട് കാണാം. കാരണം ക്രിയേറ്റീവ് സ്കില്ലില്ലാതെ ഏത് പ്രോഗ്രാം പഠിച്ചിട്ടും ഇനിയത്തെ കാലത്ത് കാര്യമില്ല. കാരണം AI വരുന്നു, നമ്മുടെ ഒരു ക്ലറിക്കൽ ജോബിനെ ഏത് സമയത്തും ഔട്ട്സെറ്റ് ചെയ്യാം. മിസ്റ്റർ വിഷ്ണു നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ദാറ്റ് വെരി ടച്ചിങ്. ഞാൻ എപ്പോഴും എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളൊരു എക്സ്പോർട്ടർ ആവാൻ തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾ ബിസിനസ് മാൻ ആവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വലിയൊരു ഓഫീസ് എടുത്തിട്ട് നിരവധി നിങ്ങളുടെ പൈസ മുടക്കേണ്ടി വരാം. നിങ്ങളൊരു ഓണ്ടർപ്രണർഷിപ്പിൽ ബേസിക്കലി നിങ്ങളുടെ സാധനം ചുമന്നു കൊണ്ടുപോയി ഏറ്റവും മിനിമലിസ്റ്റിക് ലെവലിൽ നിങ്ങൾക്ക് ഒരാളെ സംസാരിക്കാനും സെയിൽസ് സ്കിൽ ക്രിയേറ്റ് ചെയ്യാനും ഓപ്പറേഷൻ സ്കിൽ ക്രിയേറ്റ് ചെയ്യാനും ഫൈനാൻഷ്യൽ സ്കിൽ ക്രിയേറ്റ് ചെയ്യാനും നെഗോഷിയേറ്റ് ചെയ്യാനും, എന്തുകൊണ്ട് നിങ്ങളുടെ നിന്ന് ഒരാളൊരു സാധനം മേടിക്കണം, നിങ്ങളുടെ കോമ്പറ്റീറ്ററിൻ്റെ നിന്ന് എന്തുകൊണ്ട് മേടിക്കരുത്, നിങ്ങളുടെ ഈ പറഞ്ഞ പ്രോഡക്റ്റ് പിച്ച് ചെയ്യുമ്പോൾ ആ പറഞ്ഞ പ്രൈസിങ്ങിനെ എങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും, ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു പ്രാക്ടിക്കൽ വിസ്ഡം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കോഴ്സസ് എപ്പോഴും ഒരു ഗൈഡ് ലൈൻ മാത്രമേ ആവുന്നുള്ളൂ, പ്രാക്ടിക്കൽ വിസ്ഡം ചെയ്തെടുക്കുക എന്നുള്ളതാണ്. So there are a lot of opportunities, people can do that. സോറി സാറിനെ ഒരുപാട് ഉപയോഗിക്കാനുണ്ട്, പക്ഷേ സമയമില്ല, ഇവരെ സിഗ്നൽ തന്നു കഴിഞ്ഞു. എന്തായാലും നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, ഇവരെല്ലാവരും പറഞ്ഞ കാര്യത്തെ കൺക്ലൂഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഗ്ലോബൽ ലെവലല്ല, ഏതൊരു കാര്യത്തിൽ നിങ്ങൾ വിജയിക്കണം, അതൊരു മൈൻഡ് സെറ്റ് വേണം. ഞാൻ ആദ്യമായിട്ട് ചൈനയിൽ പോയ സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. ഒരു കമ്പനിയിലേക്ക് തിരഞ്ഞു പിടിച്ചു പോയി ആ കമ്പനിയിലേക്ക് എത്തിയ സമയത്ത് അതിൻ്റെ MD ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ വലിയൊരു മാപ്പ് കണ്ടു. ഞാൻ ഗ്ലോബൽ മാപ്പാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പോൾ ഗ്ലോബൽ മാപ്പല്ല, സീ റൂട്ടാണ്. അവർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് സീ റൂട്ടാണ്. നമ്മളൊക്കെ സീ റൂട്ട് ഏതെങ്കിലും സെർച്ച് ചെയ്തിട്ടോ ഇന്നുവരെ? ഈ അടുത്ത കാലത്താണ്, ഓൾമോസ്റ്റ് കൂടിയാണ് നമുക്ക് ഫുഡ് വരുന്നതെന്നുള്ളത്. ഈ അടുത്ത കാലത്ത് യുദ്ധം വന്നപ്പോഴേ നമ്മൾ അറിഞ്ഞത്, അല്ലേ? അതുവരെ നമ്മൾ അങ്ങനെ ഒരു സംഭവം തന്നെ ചിന്തിച്ചില്ല. നമ്മൾ ഗ്യാസ് വരുന്നതൊക്കെ എൻ്റെ ഉമ്മാക്ക് വരെ ഇപ്പോൾ ഓൾമോസ്റ്റ് കടലെടുക്കാൻ അറിയാം. കാരണം അത് അറിയാൻ പറ്റിയതിൻ്റെ കാരണം ഇപ്പം അടുത്ത, പക്ഷേ അവർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് സീ റൂട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇത് എഴുതി വെച്ചിരിക്കുന്നത്? ഏതൊക്കെ ഭാഗത്തേക്ക് കപ്പൽ കൊണ്ട് കണ്ടെയ്നർ കൊണ്ട് എൻ്റെ പ്രൊഡക്റ്റ് കൊണ്ട്, അത് എവിടെയാണ്? ഗോൺജോയിൽ നിന്ന് ഉള്ളോട്ട് പോയി, അതിൻ്റെ ഉള്ളോട്ട് പോയിട്ട് ഒരു ചെറിയ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് ഈ കാഴ്ച കാണുന്നത്. യൂണിറ്റും റിസപ്ഷനൊക്കെ ചെറുതാ, മാപ്പ് വലുതാ. അതായത് അവരുടെ മൈൻഡ് സെറ്റ് വലുതാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം വേണ്ടത് ഒരു ഗ്ലോബൽ ലെവലിൽ ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പ്രൊഡക്ഷൻ നടത്തിയപ്പോഴും കൊണ്ടുവരാൻ ആഗ്രഹിച്ചപ്പോഴൊക്കെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യാം. എൻ്റെ പേരിൽ 4 എക്സ്പോർട്ട് ഇമ്പോർട്ട് കമ്പനികൾ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അന്ന് ചിന്തിച്ചിരുന്നു. അതുപോലെ തന്നെ ട്രെയിനിങ് മേഖലയിലേക്ക് എത്തി ഞാൻ പ്രൊഫഷണലി ട്രെയിനറായത് 30ാമത്തെ വയസ്സിലാണ്. അപ്പോഴും ഞാൻ ആലോചിച്ചു ഗ്ലോബൽ ലെവലിലേക്ക് എങ്ങനെയാണ് എൻ്റെ ട്രെയിനിങ് ഐഡൻറ്റിറ്റി മാറ്റുക. അങ്ങനെയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് നടത്തിയത്. അതായത് 73 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് ലോകത്ത് ഏറ്റവും ലോങ്സ്റ്റ് ബിസിനസ് ലെസൺ എടുത്തിട്ടാണ് വേൾഡ് റെക്കോർഡ് എടുത്തത്. ഇന്ത്യ റെക്കോർഡ്, ഏഷ്യൻ റെക്കോർഡ്, കലാം വേൾഡ് റെക്കോർഡ്, അറേബ്യൻ വേൾഡ് റെക്കോർഡ്, 6 വേൾഡ് റെക്കോർഡ് എൻ്റെ പേര് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഞാനിതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏതൊരു പ്രൊഫഷനാണെങ്കിലും, എന്നിട്ട് എന്നെ ഞാൻ എക്സ്പോർട്ട് ചെയ്തു. ഞാൻ വേൾഡ് റെക്കോർഡ് എടുത്തോടുകൂടി എനിക്ക് 38 രാജ്യങ്ങളിൽ ട്രെയിനിങ് കിട്ടി. 38 രാജ്യങ്ങളിൽ പോയി ട്രെയിൻ. നാളെ ഞാൻ വിയറ്റ്നാമിൽ പോവാണ്. മലേഷ്യ, വിയറ്റ്നാം, നാളെ രാത്രിയാണ് ഫ്ലൈറ്റ്. സോ അപ്പോൾ ഈ 38 രാജ്യത്ത് തന്നെ വിളിക്കാൻ കാരണം ഞാൻ ഗ്ലോബലിൽ ഒരു ഐഡൻറ്റിറ്റി ആയിട്ടുള്ള എൻ്റെ ബ്രാൻഡിനെ, ഗിന്നസ് എന്ന് പറയുന്നത് ഗ്ലോബൽ ലെവലിലൊരു സാധനമാണ്. ഞാൻ സാധാരണ ഒരു അബ്ദുൾ റഷീദ്, ഒരു ഇൻ്റർനാഷണൽ ട്രെയിനർ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിളിക്കൂല. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റി അവിടെ ഉണ്ടാക്കി. അതുപോലെ നിങ്ങളുടെ ആ പ്രൊഡക്ട്സിന് ഒരു ഐഡൻറ്റിറ്റി, അതൊരു ബ്രാൻഡിങ് ആവും. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ആ ബ്രാൻഡിങ് ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ ക്വാളിറ്റി. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പല കമ്പനികളിലേക്ക് ഒരു എൻക്വയറി അയച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം, ഒരു കൃത്യമായ SOPs പോലും പല കമ്പനികളിലും ഇല്ല, ബേസിക്കായിട്ടില്ല. അങ്ങനത്തെ ആൾക്കാർ എക്സ്പോർട്ട് ചെയ്യാതിരിക്കുക നല്ലത്. കാരണം നമ്മളൊരു രാജ്യത്ത് ഒരു പ്രോഡക്റ്റ്സിന് ഒരു എൻക്വയറി, ഒരു മെയിൽ വന്നാൽ പ്രോപ്പറായിട്ട് ആ മെയിലിന് റീപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരാൾ നിങ്ങളുടെ ഓഫീസിലില്ലെങ്കിൽ നിങ്ങൾ അതിനൊന്നും ശ്രമിക്കാതിരിക്കുക നല്ലത്. കാരണം അതോടുകൂടി അവരുടെ ട്രസ്റ്റ് പോയി. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ സെക്കൻഡ് ചാൻസ് കിട്ടില്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടിയ ഒരു കാര്യം മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്ലോബൽ ലെവലിലേക്ക് പോകാനുള്ള ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. അതിലും ഉപരിയായിട്ട് എനിക്ക് 38 രാജ്യത്ത് ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് രാജ്യങ്ങൾ പോയിട്ട് ചെയ്ത്, ഇവരൊക്കെ ഈ രാജ്യങ്ങൾ, അതുപോലെ നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ ഒരുപാട് രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ട് നേരത്തെ അവർ പറയാത്തൊരു കാര്യമാണ്. ആ രാജ്യത്തൊക്കെ അവർക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്, ബന്ധങ്ങളുണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. സോ ഇല്ലാതെ ഒരിക്കലും അത് കിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആ ബന്ധങ്ങൾ ഉണ്ടാവണം. ഇല്ല എന്നുണ്ടെങ്കിൽ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ഏറ്റവും ബെസ്റ്റ് ആളുകളെ, ഇതുപോലെ ഇപ്പോൾ ബിസിനസ് കേരളയൊക്കെ നടത്തുന്ന പോലെ ഒരുപാട് ബിസിനസ് കേരളത്തിൽ UK പ്രോഗ്രാം വരുന്നുണ്ട്. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പ്രോഗ്രാമുകളിൽ, എക്സ്പോകളിൽ കണക്ട് ചെയ്തു ആളുകളുമായിട്ട് നെറ്റ്വർക്ക് എടുക്കാതെ ഒരിക്കലും എക്സ്പാൻഷൻ സാധ്യമല്ല.
അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു സാധനം കൊണ്ട് പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ടിക്കറ്റും ഒരു വിസ എടുത്തിട്ട് ആ രാജ്യത്ത് പോയി ആ രാജ്യം പഠിക്കുക, രാജ്യത്തുള്ള ആളുകളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. അതിനാകെ 50,000 രൂപ 1,00,000 രൂപ ചിലവ് വരുള്ളൂ. അതുകൊണ്ട് ആദ്യം അത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ നോക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് അവർക്ക് വേണ്ടി അറിഞ്ഞുകൊണ്ട് വിളമ്പാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ പാനലിസ്റ്റുകളൊക്കെ പറഞ്ഞത്. ഫൈനലി ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒരു 30 സെക്കൻഡിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ എന്താണ് നമ്മളെ ഈ ഒരു ഓഡിയൻസ് നിറഞ്ഞു കഴിഞ്ഞ ഈ ഒരു ബിസിനസ് കേരളയും അതുപോലെ എപ്പിക്സും ഒന്നിച്ചിരിക്കുന്നത്? കാരണം വലിയൊരു സന്തോഷമുണ്ട്. കാരണം നമ്മളൊക്കെ ഒന്നും അറിയാത്ത കാലത്ത് എക്സ്പോർട്ടിനെ കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒരുപാട് ആളുകൾക്ക് ഈ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി യാത്ര നടത്തിയപ്പോഴൊക്കെ ഇതുപോലെ നമ്മുടെ രാജ്യത്തിനെയും നമ്മുടെ ഈ കേരളത്തിനെയും നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുന്ന ഇങ്ങനത്തെ ഒരു വലിയൊരു പ്രോഗ്രാമിന് നമ്മൾ പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എന്താണ് ഈ നിറഞ്ഞു കവിഞ്ഞ ഓഡിയൻസിനോട് പറയാനുള്ളത്? എനിക്ക് ഞങ്ങൾ ലാസ്റ്റ് തുടങ്ങിയ US ഒരു കൺസൈൻമെൻറ്റ് ചെറിയൊരു സ്റ്റോറി പറയാം. നമ്മുടെ പിന്നെ ഫസ്റ്റ് GCC കംപ്ലീറ്റ് ആയി, ഇനി എവിടത്തേക്ക് ചെയ്യണം, പിന്നെ നമ്മുടെ ഒരു ഡ്രീം ഉണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെ ആലോചിച്ചൊരു അമേരിക്കയിലേക്ക് ചെയ്യാമെന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം അമേരിക്കയിൽ ആരാണ് ബെസ്റ്റായിട്ട് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻ്റർനെറ്റ് ഉണ്ട് ഇപ്പോൾ, അതേപോലെ തന്നെ ഡോളർ ബിസിനസ് പോലത്തെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഞാൻ ജസ്റ്റ് ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തു, അതിൽ നിന്ന് മൊത്തം ഡാറ്റ എടുത്തു. അങ്ങനെ എന്ത് ചെയ്തു, അവിടെയുള്ളൊരു കമ്പനിക്ക് മെയിൽ ചെയ്തു, ഇന്നതാണ് ഇന്ന് ഇവിടെയുള്ള കമ്പനിയാണ്, ഞങ്ങൾ ഇത്ര പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇത്ര കൺട്രീസിൽ ചെയ്യുന്നുണ്ട്, നമുക്കൊരു ചാൻസ് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ മെയിൽ റിട്ടേൺ തന്നു, ഇപ്പം കറൻ്റ്ലി ഒന്നും റിക്വയർമെൻ്റ് ഒന്നും ഇല്ല, പിന്നീട് നോക്കാമെന്നുള്ള രീതി. പിന്നെ എനിക്ക് ആ ക്യൂരിയോസിറ്റി, എനിക്ക് എന്തായാലും അത് ചെയ്യണം എന്നുള്ളൊരു ഇൻറ്റൻഷനിൽ ഞാൻ എന്ത് ചെയ്തു, ഏകദേശം ഇവിടുന്ന് അവരെ അഡ്രസ്സ് തപ്പിയെടുത്തു, അവിടെ ബയറെ നമ്പറും കിട്ടിയതിന് ശേഷം ഞാൻ എൻ്റെ പ്രൊഡക്റ്റുകൾ ഞാൻ അവരുടെ പിന്നെ അപ്രൂവലൊന്നും എടുത്തിട്ടില്ല, ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് എന്ത് ചെയ്തു, കൊറിയർ ചെയ്തു അവരുടെ ഓഫീസിലേക്ക്. അങ്ങനെ കൊറിയർ ചെയ്തു. ഞാൻ തന്നെ ഈ സംഭവം മറന്നുപോയി. ഒരു 3 മാസം കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് റിപ്ലൈ മെയിൽ വരുന്നു, നിങ്ങളുടെ പ്രൊഡക്റ്റുകളൊക്കെ ഓഫീസിൽ കിട്ടിയിട്ടുണ്ട്, ഇന്ന സാധനങ്ങൾ അപ്രൂവൽ ആയിട്ടുണ്ട്, നെക്സ്റ്റ് ഡിസ്കഷന് വേണ്ടിയിട്ട് നെക്സ്റ്റ് മീറ്റിംഗ് വിളിക്കാമെന്നുള്ള രീതിയിൽ. അപ്പം ഇതിൽ റെഡിക്കും നമ്മുടെ എക്സ്പോർട്ട് മാർക്കറ്റിൽ ഏറ്റവും വരുന്നത് ആ ഒരു കണ്ടിന്യൂഷനാണ്. അന്ന് അത് ഡ്രോപ്പ് ചെയ്ത് ഒഴിവാക്കി അവർക്ക് മെയിൽ റിപ്ലൈ കൊടുക്കാതും അവർ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ ഒഴിവാക്കി കഴിഞ്ഞെങ്കിൽ എനിക്കൊരിക്കലും ആ ഒരു മാർക്കറ്റിലേക്ക് എൻട്രി കിട്ടാൻ പറ്റില്ലായിരുന്നു. ഇപ്പം ആ ഒരു മാർക്കറ്റ് പറഞ്ഞിട്ട് എനിക്ക് ബാക്കിയുള്ള കൺട്രീസിലും കൂടി കയറാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിനെപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് എന്തായാലും ചെയ്യണം. ഇവൺ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഡൊമസ്റ്റിക് മാർക്കറ്റ്, കാരണം ഇന്ത്യ എന്നുള്ളത് അത്രയും വലിയൊരു മാർക്കറ്റാണ്. ഇവൻ കേരളം തന്നെയാണെങ്കിലും തന്നെ ഇന്നിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും നമ്മൾ ചെറിയൊരു 30 രൂപേൻ്റെ ഒരു ഞങ്ങളെ സ്നാക്സിൻ്റെ പാക്കറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം അതേപോലെ തന്നെ ഡൊമസ്റ്റിക് പ്ലസ് ഇതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുവാണെങ്കിൽ ആ ബ്രാൻഡ് ഇവിടെയും ബിൽഡ് ചെയ്യാം, പാരലലി നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിലേക്കും ബിൽഡ് ചെയ്യാം. അപ്പം നമ്മളെപ്പോഴും വൺസ് ഒരു അറ്റംപ്റ്റ് ഒരു ബയർ വേണ്ടാന്ന് വെച്ചു, അപ്പോൾ നമ്മൾ അവിടെ ഒഴിവാക്കാൻ പാടില്ല. ബാക്ക് എൻഡിൽ നെക്സ്റ്റ് ബയറെ പിടിക്കണം. അതേപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയി അവരെ കൂടെ തന്നെ നിന്നാലും മാത്രം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവർ നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങാന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്താൻ പറ്റും. ദാറ്റ്സ് എ ഗ്രേറ്റ് സർ, താങ്ക് യു സോ മച്ച്. വൺ വേർഡ്. എനിക്ക് പറയാൻ ഉള്ളത്, നമുക്കൊരു ലോങ് ടേം വിഷൻ എപ്പോഴും ഉണ്ടാവണം ജീവിതത്തിൽ. ഞാൻ പഠിച്ചിറങ്ങിയപ്പം തൊട്ട് ഡിഗ്രി കഴിഞ്ഞ് 21-ാമത്തെ വയസ്സിൽ കച്ചവടത്തിൽ കയറിയതാണ്. നമ്മുടെ മിഷനാണ്, നമ്മുടെ മനസ്സാണ് നമ്മൾ ഡ്രിവൻ ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. നമ്മൾ മുമ്പിൽ പല ആളുകൾ വരും, പല ആളുകൾ പോകും, നമ്മൾ പല ആൾക്കാർ വിശ്വസിക്കും ഇവർ നമ്മൾ കൂടുതലുണ്ടാകും, ഇവൻ പോകുമോ ഇല്ലയോ. പല ആൾക്കാർ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യും, പല ആൾക്കാർ നമ്മൾ സംസാരിക്കും. ഓൺലി തിങ് യുവർ ലൈഫ് നമ്മൾ ഡ്രിവൻ ചെയ്യുന്ന ഒറ്റയൊന്നുള്ളൂ, നമ്മുടെ വിഷൻ. അടുത്തൊരു 5 വർഷം ആകുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ആകണം എന്നൊരു മനസ്സിൽ ചിന്താഗതി നമ്മുടെ കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്റ്റെപ്പുകൾക്ക് എല്ലാത്തിനും ഒരു ഉയർച്ചയുണ്ടോ. അല്ലെങ്കിൽ രാവിലെ എണീക്കുന്നു, കിടക്കുന്നു, പണിയെടുക്കുന്നു, പോകുന്നു എന്നൊരു ചിന്താഗതി നമുക്കാണെങ്കിൽ അതിൽ നമ്മൾക്ക് എവിടെ ഡ്രിവൻ ചെയ്യുന്നില്ല. വിഷൻ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലൊരു വിഷൻ നമ്മളെപ്പോഴും ഉണ്ടാവും. അത് നെവർ ടെൽ ടു യുവർ വിഷൻ ടു എനിവൺ. നിങ്ങളുടെ വിഷൻ എന്താണെന്ന് നിങ്ങൾ ആരോടും പറയാൻ പാടില്ല. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് കരയുമ്പോഴാണ് നമുക്ക് അതിനുള്ളൊരു ഉള്ളി വരും. 4-10 പേരോട് പറയും. ഞാൻ പണ്ട് 10 പേരോട് പറയും എനിക്കിതാണ് അതാകണം. ആ പറയിച്ചലിനുണ്ട് കുറച്ച് നേരം, അത് കഴിഞ്ഞാൽ അത് ആ പറയുമ്പം ആ എനർജി ഉണ്ടാവും, പിന്നെ അത് പിന്നെ പോകും. സോ ഐ ഓൾവേസ് ടെൽസ്, നല്ലൊരു വിഷൻ നമ്മുടെ മനസ്സിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഹ്യൂജ് മാർക്കറ്റ്. നമുക്ക് എല്ലാവർക്കും വലിയൊരു കുറവുണ്ട്, ഹിന്ദി ആർക്കും പറയാൻ അറിയത്തില്ല. കേരളം വിട്ട് കഴിഞ്ഞാൽ ഹിന്ദി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പകുതി പാട്ട് ഞാൻ കച്ചവടം ചെയ്തതാണ്. അങ്ങ് ഗുജറാത്ത് തൊട്ട്
ഇങ്ങനെ കേരളം വരെ കച്ചവടം ചെയ്ത് 8 നില പൊട്ടിയതാണ്, കയ്യിൽ നിന്ന് കുറേ കാശ് കൊണ്ട് കളഞ്ഞതാണ്. പക്ഷേ ഹിന്ദി പഠിച്ചു, അതുകൊണ്ട് ഇപ്പം എനിക്ക് ഓൾ ഇന്ത്യയിലെ ടീം വർക്ക് ചെയ്യുന്നുണ്ട്, കുറച്ച് അവിടെ ഇവിടെയൊക്കെ തൊട്ട് അവിടേക്ക് പണിയെടുക്കുന്നുണ്ട്. പൈസ കളഞ്ഞാലും എല്ലാവരും ഒരു അഡ്വൈസ് ഉണ്ട്, ഹിന്ദി പഠിച്ചോ, ഇന്ത്യയിൽ നമുക്ക് കച്ചവടം പുഷ്പമായിട്ട് ചെയ്യാം, സുന്ദരമായിട്ട് ചെയ്യാനും പറ്റും. താങ്ക് യു. That's great, that's inspiring. Vision inspire lifetime. ഞാൻ നേരത്തെ ഇന്ത്യനെ കുറിച്ച് ഒരു നെഗറ്റീവ് പറഞ്ഞു, പക്ഷേ ഇപ്പം ഞാനൊരു പോസിറ്റീവ് കാര്യം പറയാനാണ്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ ഇൻഡോ യൂറോപ്പ് ട്രേഡ് സൈൻ ചെയ്തത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ വേറൊരു ഇന്ത്യക്കാരനുമാണ്. ആ ഇന്ത്യക്കാരനാണ് ഇപ്പം യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡൻറ്റ് ആൻ്റോണിയോ കോസ്റ്റ. ആൾ ബേസിക്കലി ഇന്ത്യനാണ്, ഗോവക്കാരനാണ്. അത് നമുക്കൊരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ്. കാരണം അതിലുള്ള ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ചാൽ, സിമ്പിൾ വേർഡിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഇന്ന് നമ്മുടെ നാട്ടിലെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഡിഫൻഡർ കാറ് നാളെ നമുക്കൊരു ഫോർച്യൂണറിൻ്റെ പൈസക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. വെറും 75-80 ലക്ഷം രൂപ കൊടുത്താൽ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെയാണ് തിരിച്ചും അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ടാക്സിലും മറ്റുമുള്ള കുറവ് വന്നിട്ടുള്ളത്. എല്ലാം ഇവിടെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മളെല്ലാവരും അത് ഇൻ്റർനെറ്റിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇംപ്ലിമെൻ്റ് ആയി കഴിഞ്ഞാൽ വളരെ വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം എന്തായാലും മാർക്കറ്റ് നമ്മളെ വെയിറ്റ് ചെയ്യില്ല, ഓപ്പർച്യൂണിറ്റി നമ്മളെ വെയിറ്റ് ചെയ്യില്ല. നമ്മൾ ഇപ്പോൾ ഡിസിഷൻ എടുക്കണം ഗ്ലോബലി ഗ്രോ ചെയ്യാൻ. അപ്പം നമുക്ക് വിജയിക്കാൻ പറ്റും. That's great, sir. നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്റ്റാർട്ട് വിത്ത് വൺ പ്രോഡക്റ്റ്. ഒറ്റ പ്രോഡക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് രണ്ടാമത് മാത്രമേ ചെയ്യാവൂ. ഒരു സിംഗിൾ പ്രോഡക്റ്റ്, നിങ്ങൾ ഏതൊരു ബിസിനസ്മാനെ എടുത്ത് നോക്കിയാൽ പറയും, ഒരു സിംഗിൾ പ്രോഡക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ആ പ്രോഡക്റ്റിനെ കൃത്യമായിട്ട് നിങ്ങൾ സ്ട്രാറ്റജൈസ് ചെയ്ത് അതിനെ കൃത്യമായിട്ട് ബ്രാൻഡ് ചെയ്യുക, അതിനെ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യുക, കൃത്യമായിട്ട് അതിൻ്റെ ഫിനാൻഷ്യൽസ് ഉണ്ടാക്കുക. അത് ചെയ്തതിന് ശേഷം അത് സക്സസ്ഫുൾ ആയിട്ട് മാത്രമേ നിങ്ങൾ സെക്കൻഡ് പ്രോഡക്റ്റിലേക്ക് മാറാവൂ. കാരണം ഫസ്റ്റ് പ്രോഡക്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് തിങ് യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത്, ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഇഷ്ടം പോലെ ഫണ്ട് അവൈലബിൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞാൽ എൻ്റെ പണമില്ല സ്റ്റാർട്ട് ചെയ്യാൻ. ഇൻഫാക്ട് യു ഹാവ് എ ഗ്രേറ്റ് ഐഡിയ. ഇഫ് യു ഹാവ് എ ഗ്രേറ്റ് ഐഡിയ, ദ ലോഡ് ഓഫ് പീപ്പിൾ ഹൂ ക്യാൻ സ്പെൻഡ് മണി ഓൺ യു. നിങ്ങളുടെ ഐഡിയ യുണീക്ക് ആണെങ്കിൽ, അത് സെയിലബിൾ ആണെങ്കിൽ, അതിൽ നിന്ന് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അതിന് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു തത്വം എന്താ വെച്ചാൽ, ഡോണ്ട് ട്രൈ ടു ബി ലൈക്ഡ്, ട്രൈ ടു ബി കോമ്പറ്റീറ്റീവ്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. ട്രൈ ടു ബി റൈറ്റ്, ഡോണ്ട് ട്രൈ ടു ബി ലൈക്ഡ് ആക്ച്വലി. കാരണം നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ടാവും. ഡോണ്ട് എക്സ്പെക്ട് മണി ടു കം ടു ഓൾ ഓഫ് എ സഡൻ. നിങ്ങൾ എക്സ്പോർട്ട് ചെയ്തു, ഞാൻ എക്സ്പോർട്ടോട് സംസാരിക്കുന്നതുകൊണ്ട് പറയുകയാണ്, എക്സ്പോർട്ട് ചെയ്തു, ഓൾ ഓഫ് എ സഡൻ എനിക്ക് പൈസ കിട്ടും എന്ന് വിചാരിക്കല്ല. ഇൻ്റർനാഷണൽ ടേംസിലുള്ള നിങ്ങൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്താണെന്ന് പഠിച്ചു വെക്കുക. ICC ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ 500-600 ഗ്യാരണ്ടീസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടുന്ന് ആരും നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുക, ഫണ്ട് എവിടുന്ന് കിട്ടുമെന്ന് നോക്കുക. ഇങ്ങനെയുള്ള നിരവധി സ്കീമുകൾ സർക്കാരിന് അവൈലബിൾ ആണ്. ഗവൺമെൻറ്റുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ 5 lakhs മുതൽ 10 lakhs തൊട്ട് നിങ്ങൾക്ക് വിത്തൗട്ട് സെക്യൂരിറ്റി ലോൺസ് അവൈലബിലിറ്റി ഉണ്ട്. നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ എടുക്കാറേ ഇല്ല. അപ്പം അതൊരു പ്രശ്നമാണ് പലപ്പോഴും. അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാം. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റാണ്. 4 ഭാഷകളാണ് വിശ്വഭാഷകൾ. ഒന്ന് ഇംഗ്ലീഷ്, മാൻഡറിൻ, സ്പാനിഷ് ആൻഡ് ഹിന്ദി. ഭാഗ്യത്തിന് നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷും ഹിന്ദിയും പഠിപ്പിക്കുന്നുണ്ട്. ഈ 2 ഭാഷയും കൃത്യമായി സംസാരിക്കാൻ പറ്റിയാൽ നിങ്ങൾക്കൊരു മിനിമം ഒരു 350-400 കോടി ആൾക്കാരിലേക്ക് നിങ്ങളുടെ പ്രൊഡക്ട്സ് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ 2 ഭാഷ കൃത്യമായിട്ട് അറിയാമെങ്കിൽ. ദാറ്റ്സ് ഓൾ ഫ്രം മൈ സൈഡ്. That's a great. നല്ലൊരു കൈയ്യടി കൊടുക്കാം, നല്ല സ്ട്രോങ് ആയിട്ടൊരു കൈയ്യടി കൊടുക്കാം. നമ്മൾ വൈൻഡപ്പ് ചെയ്തിരുമ്പോൾ തുടക്കത്തിൽ ചോദിച്ച ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ചൈനയാണോ എക്സ്പോർട്ട് ചെയ്യുന്നത്, ഇന്ത്യ ആണോ? ഓഡിയൻസ് എന്ന് മറുപടി പറയാം. ഓഡിയൻസ് ചോദ്യം ചോദിക്കാനുള്ള അവസരമില്ല, സമയം കഴിഞ്ഞു. സോ ആർക്കെങ്കിലും പറയാം, ഇന്ത്യയാണോ എക്സ്പോർട്ട് ചെയ്യുന്നത്, ചൈനയാണോ? ആരാ? സാബിത് വരെ ഉണ്ടല്ലോ, ഞാൻ ഈ ബാക്കിലായതൊന്നും കണ്ടില്ല കേട്ടോ. സോ ഇന്ത്യയാണോ ചൈനയാണോ? ആരാ 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 ഇന്ത്യയാണോ? അറിയോ? ഇത് നല്ല വിവാദമാകുന്നൊരു ആൻസറും കൂടി ഇന്ത്യയാണ്. പക്ഷേ പ്രൊഡക്റ്റ് അല്ല, മനുഷ്യന്മാരെയാണ്. എല്ലാ ദിവസവും എക്സ്പോർട്ട് ചെയ്യപ്പെടാണ് നമ്മുടെ ഇവിടുത്തെ യൂത്തിന്. ആ യൂത്തിനെ എക്സ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കാനാണ് എപ്പിക് ഇതുപോലത്തെ ഒരു ഇവൻ്റ് വെച്ചിരിക്കുന്നത്. സോ ഇനി അത് ആവർത്തിക്കാൻ പാടില്ല. നമ്മുടെ നാടിൻ്റെ ഏറ്റവും നല്ല യൂത്ത് മാനുഫാക്ചേഴ്സ് ആവേണ്ട, ഇന്നോവേഷൻസ് കൊണ്ടുവരേണ്ട, നമ്മുടെ എക്കണോമിയെ സ്ട്രോങ് ആക്കേണ്ട
ആ നല്ല യൂത്തായിട്ടുള്ള ആളുകളെ നിങ്ങൾ എയർപോർട്ടിൽ പോയി നോക്കുക, എല്ലാ ദിവസവും എക്സ്പോർട്ട് ചെയ്യപ്പെടുകയാണ്, ഓരോ രാജ്യത്തും മൈഗ്രേറ്റ് ചെയ്യപ്പെടുക. അതിൻ്റെ കാരണം എന്താ? നല്ല കമ്പനികളില്ല, നല്ല പ്രൊഡക്ഷൻസ് ഇല്ല, അതുപോലെ തന്നെ നല്ല നല്ല പാക്കേജ് അവർ കൊടുക്കുന്നില്ല, അവരുടെ ഇന്നോവേഷൻസിന് അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ട പ്ലാറ്റ്ഫോം നമ്മൾ കൊടുക്കുന്നില്ല. അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ ബിസിനസ് കേരളം എപ്പിക്കും അതുപോലെ മിഷൻ മില്യൺ ഞാൻ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനൊക്കെ 35 ഇയേഴ്സിലേക്ക് 1,00,000 ബിസിനസ് ഓണേഴ്സിനെ ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെയല്ല, ഹ്യൂമൻ റിസോഴ്സ് ക്രിയേറ്റ് ചെയ്ത പ്രൊഡക്റ്റിനെ എന്ന വലിയ പ്രതിജ്ഞയോടുകൂടെ ഈ പാനൽ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. പങ്കെടുത്തവർക്കും ഇതുപോലെ വളരെ ശാന്തമായി ഏറ്റവും നല്ല രീതിയിൽ ലിസണേഴ്സ് ആയിട്ടിരുന്ന ഓഡിയൻസിനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. വേദിയിൽ മോഡറേറ്ററായിട്ട് ഉണ്ടായിരുന്ന മിസ്റ്റർ ഇനസ് റഷീദ് ആൻഡ് ഓൾ പാനലിസ്റ്റ് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്.